ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് ഇവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ് ആണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷൻ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റത്തിന്റെ ഘടനയും പഠിച്ചു അല്ലെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ആ ഭാഗം നമ്മൾ SCRT പാഠഭാഗത്തിലൂടെ പഠിക്കാനായിട്ട് പോവാണ്. ഈ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വരുന്ന മുഴുവൻ SCRT പാഠഭാഗങ്ങളും ഈ ഒരൊറ്റ വീഡിയോയിലൂടെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി 4ാമത്തെ ചാപ്റ്റർ ആണ്. പീരിയോഡിക് ടേബിൾ എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ചിത്രം, ഇതാണ് എന്ത്? പീരിയോഡിക് ടേബിൾ. അത് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. പീരിയോഡിക് ടേബിളിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കാം, ഈ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും മൂലകങ്ങൾ സംയോജിച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇതുവരെ 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയാണ്? 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 90 മൂലകങ്ങൾ മാത്രമേ പ്രകൃതിയിൽ കണ്ടുവരുന്നുള്ളൂ.
ഓക്കെ, 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര എണ്ണമാണ് പ്രകൃതിയിൽ കണ്ടുവരുന്നത്? 90 മൂലകങ്ങൾ മാത്രമാണ് പ്രകൃതിയിൽ കണ്ടുവരുന്നത്. ബാക്കിയുള്ളവ എന്താണ്? കൃത്രിമ മൂലകങ്ങളാണ്. അപ്പോൾ ഈ മൂലകങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു പട്ടിക നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് മൂലക വർഗീകരണത്തിനുള്ള സമഗ്രമായ ഉപാധിയാണ്. ഇതിനെയാണ് പീരിയോഡിക് ടേബിൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ 120ഓളം മൂലകങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. 90 മൂലകങ്ങൾ മാത്രമാണ് പ്രകൃതിയിൽ കണ്ടുവരുന്നത്. ബാക്കിയുള്ളവ കൃത്രിമ മൂലകങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനെയാണ് പീരിയോഡിക് ടേബിൾ എന്ന് വിളിക്കുന്നത്. ഇത്രയും അറിഞ്ഞല്ലോ. ഇനി നോക്കുക, ഹെൻറി മോസ്ലി തൻ്റെ പരീക്ഷണത്തിലൂടെ മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തി. അപ്പോൾ ഹെൻറി മോസ്ലി കണ്ടെത്തിയത് എന്താണ്? ഹെൻറി മോസ്ലി കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിലൂടെ എന്ത് ചെയ്തു? മൂലകങ്ങളുടെ ഗുണങ്ങൾ എന്തിനെ ആശ്രയിച്ചിരിക്കും? അവയുടെ അറ്റോമിക നമ്പറിനെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഓക്കെ, മൂലകങ്ങളുടെ ഗുണങ്ങൾ അവയുടെ അറ്റോമിക നമ്പറിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി മോസ്ലി ആണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ ടേബിളിൽ ഉൾപ്പെടുത്തി. ഓക്കെ, എന്ത് ചെയ്തു? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിൽ മൂലകങ്ങളെ എന്ത് ചെയ്തു? ടേബിളിൽ ഉൾപ്പെടുത്തി. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നും ഈ പട്ടിക അറിയപ്പെടുന്നു. അപ്പോൾ ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിളാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്. ഇതിലെങ്ങനെയാണ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറ്റോമിക നമ്പർ കൂടി വരുന്ന ക്രമത്തിലാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ നിന്നും മുൻപ് ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടായിരുന്നു എന്ന് അല്ലെ, മോഡേൺ പീരിയോഡിക് ടേബിൾ അല്ലെ, ആധുനിക പീരിയോഡിക് ടേബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് മുന്നേ തന്നെ എന്തുണ്ട്? ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൂലകങ്ങളുടെ വർഗീകരണത്തിലോട്ട് നയിച്ച ആദ്യകാല ശ്രമങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കാം ചരിത്രത്തിലേക്ക്. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിക്കുന്നത് ലാവോസിയ ആണ്. ഓക്കെ, ലാവോസിയ ആണ് മൂലകങ്ങളുടെ വർഗീകരണത്തിന് എന്ത് ചെയ്യുന്നത്? തുടക്കം കുറിക്കുന്നത്. 1789 അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ അന്നറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ അദ്ദേഹം എങ്ങനെയാണ് വർഗീകരിച്ചത്? ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് വർഗീകരിച്ചു. എപ്പോഴാണ്? 1789 ആദ്യമായിട്ട് ലെവോസിയ ലെവോസിയ ആണ് മൂലകങ്ങളെ എന്ത് ചെയ്യുന്നത്? വർഗീകരിക്കുന്നത്. അദ്ദേഹം എന്താണ് ചെയ്തത്? അന്ന് അറിയപ്പെട്ടിരുന്ന 30 മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ കണ്ടെത്തിയപ്പോൾ ഇവയെ ഇതിൽ ഉൾപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ വർഗീകരണത്തിൻ്റെ ഒരു പരിമിതി. ഓക്കെ, അപ്പോൾ ലെവോസിയയുടെ കണ്ടുപിടുത്തം അത് എന്താണ്? അതിൻ്റെ പരിമിതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വർഗീകരിച്ചത് എങ്ങനെയാണ്? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നുമാണ് വർഗീകരിച്ചത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്ന സ്വഭാവം കാണിക്കുന്ന ഉപലോഹങ്ങൾ എന്ന് പറയുന്ന മൂലകങ്ങളെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവയെ നമുക്ക് ലോഹങ്ങളിലും പെടുത്താൻ പാടില്ല, അലോഹങ്ങളിലും പെടുത്താൻ പാടില്ല. അപ്പോൾ എന്തു പറ്റി? ആ വർഗീകരണം അങ്ങോട്ട് സക്സസ് ആയില്ല. ഓക്കെ, ഇനി ലവോസിയയ്ക്ക് ശേഷം വർഗീകരണത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചത് ഡൊബറൈനർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ലവോസിയ വന്നു. ലവോസിയ എന്ത് ചെയ്തു? മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. അടുത്ത ആൾ ആരാണ്? ലവോസിയയ്ക്ക് ശേഷം വന്നത് ഡൊബറൈനർ ആണ്. ഡൊബറൈനർ എന്താണ് ചെയ്തത്? അദ്ദേഹം സമാന ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ചെറു ഗ്രൂപ്പുകൾ നിർമ്മിച്ചു. സമാന ഗുണങ്ങൾ ഒരേ സ്വഭാവം പ്രകടിപ്പിക്കുന്ന 3 മൂലകങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പുകളായിട്ട് നിർമ്മിച്ചു. ഇവയാണ് ത്രികങ്ങൾ എന്ന് വിളിക്കുന്നത്. 3 മൂലകങ്ങളല്ലേ, അപ്പോൾ ട്രയാഡ്സ്, ത്രികങ്ങൾ എന്നാണ് വിളിച്ചത്. അപ്പോൾ ത്രികങ്ങൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആക്കിയിട്ട് മൂലകങ്ങളെ തിരിച്ചത് ആരാണ്? ഡൊബറൈനർ ആണ്. ഓക്കെ, ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? ഒരേ സമാന ഗുണമുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം
ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ ഒരേ സമാന ഗുണങ്ങളുള്ളവയാണ്. അപ്പോൾ അത് 3 കൂടെ ചേർത്തിട്ട് അതൊരു ഗ്രൂപ്പായി. അടുത്ത കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഒരേ ക്യാരക്ടർ കാണിക്കുന്ന 3 മൂലകങ്ങളാണ്. ദെൻ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ അതും ഒരു ഗ്രൂപ്പായി. അങ്ങനെ 3 മൂലകങ്ങൾ വരുന്ന ചെറു ഗ്രൂപ്പുകളാണ് നിർമ്മിച്ചത് അദ്ദേഹം. അതിനെ എന്താണ് വിളിക്കുന്നത്? അപ്പോൾ ത്രികങ്ങൾ. അപ്പോൾ ത്രികങ്ങൾ എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നത് ആരാണ്? ഡൊബറൈനർ ആണ്. ഓക്കെ, ഇനി ത്രികങ്ങളിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും മൂലകങ്ങളുടെ അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരിയാണ് മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ്. അപ്പോൾ ഡൊബറൈനർ കണ്ടെത്തിയ ത്രികങ്ങൾ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ അറ്റോമിക മാസ് എന്ന് പറയുന്നത് ആദ്യത്തെ മൂലകത്തിൻ്റെയും രണ്ടാമത്തെ മൂലകത്തിൻ്റെയും എന്താണ്? ശരാശരിയാണ്. അറ്റോമിക മാസിൻ്റെ ഏകദേശ ശരാശരി ആയിരിക്കും എന്ത്? മധ്യഭാഗത്ത് വരുന്ന മൂലകത്തിൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഇത് സഹായിച്ചു. ഓക്കെ, അറ്റോമിക മാസും മൂലകങ്ങളുടെ സ്വഭാവവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഇത് സഹായിച്ചു. എല്ലാ മൂലകങ്ങളെയും ഉൾപ്പെടുത്തി ത്രികങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കാരണം സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെയാണ് ഗ്രൂപ്പുകളാക്കി തിരിക്കുന്നത് അല്ലേ. അപ്പോൾ എല്ലാ മൂലകങ്ങളെയും ഇതുപോലെ ത്രികങ്ങളാക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ മെത്തേഡിലെ ഒരു പരിമിതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. 1866 ന്യൂലാൻഡ് എന്നറിയപ്പെട്ടിരുന്ന 56 മൂലകങ്ങളെ ക്രമമായി എഴുതിയപ്പോൾ 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണെന്ന് കണ്ടെത്തി. ഇതിനെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി അദ്ദേഹം താരതമ്യം ചെയ്തു. 1866 ആരാണ്? ന്യൂലാൻഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. ന്യൂലാൻഡ്സ്, ഡൊബറൈനറിന് ശേഷം വന്നത് ആരാണ്? ന്യൂലാൻഡ്സ്. ന്യൂലാൻഡ്സ് എന്താണ് ചെയ്തത്? 56 മൂലകങ്ങളെ ക്രമമായിട്ട് എഴുതി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? 8ാമത് വരുന്ന മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണ് എന്ന് കണ്ടെത്തി. അതായത് സംഗീതത്തിൽ ഇപ്പോൾ സ, രി, ഗ, മ, പ, ധ, നി, സ അല്ലെ വീണ്ടും ആവർത്തിച്ച് വരുന്നു അല്ലെ. സ ആവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ 8ാമത് വരുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആദ്യത്തെ മൂലകം തന്നെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായിട്ടാണ് അദ്ദേഹം അതിനെ താരതമ്യം ചെയ്തത്. 8ാം സ്വരം ആദ്യത്തേതിൻ്റെ ആവർത്തനം എന്നതുപോലെ ഈ നിയമം അറിയപ്പെടുന്ന പേരാണ് അഷ്ടനിയമം. ഓക്കെ, 8ാമത് മൂലകം ആദ്യത്തേതിൻ്റെ ആവർത്തനമാണ് എന്നുള്ളതനുസരിച്ച് അദ്ദേഹം കൊണ്ടുവന്നതാണ് അഷ്ടനിയമം എന്ന് പറയുന്നത്. അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഇത് പാലിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തേഡിൻ്റെ പരിമിതി എന്തായിരുന്നു? കണ്ടുപിടുത്തത്തിൻ്റെ അറ്റോമിക മാസ് കൂടിയ മൂലകങ്ങളിൽ ഈ അഷ്ടക നിയമം എന്ന് പറയുന്നത് അവിടെ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിമിതി. ഇത് എവിടെ കണ്ടോ നോക്കുക. മൂലകം ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഇതാണ് അഷ്ടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കുക, അതാണ്. അപ്പോൾ അഷ്ടനിയമം കൊണ്ടുവന്നത് ആരാണ്? ന്യൂലാൻഡ്സ് ആണ്. ത്രികങ്ങൾ എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്നത് ആരാണ്? ഡൊബറൈനർ ആണ്. ലോഹങ്ങളിൽ നിന്നും അലോഹങ്ങളിൽ നിന്നും മൂലകങ്ങളെ വർഗീകരിച്ചത് ആരാണ്? ലവോസിയെ ആണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിലായല്ലോ. ഇനി അടുത്തത് നോക്കുക, വർഗീകരണം പട്ടികയിലൂടെ. മൂലക വർഗീകരണത്തിന് ആദ്യമായി ഒരു ടേബിൾ ഉണ്ടാക്കിയത് റഷ്യൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ് റൂം സെഷനായിട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആ ക്ലാസ് കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കുക, മൂലക വർഗീകരണത്തിന് ആദ്യമായിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിമിത്രി ഇവാനോവിച്ച് മെൻഡലിയേഫ് ആണ്. പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിലാണ് മെൻഡലിയേഫ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് ആരാണ്? മെൻഡലിയേഫ് ആണ്. ഓക്കെ, പീരിയോഡിക് ടേബിളിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മെൻഡലിയേഫ് ആണ്. മൂലക വർഗീകരണത്തിൻ്റെ ചരിത്ര വഴികളിൽ നാഴികക്കല്ലായി മാറിയ പീരിയോഡിക് ടേബിൾ നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, പീരിയോഡിക് ടേബിൾ ആദ്യമായിട്ട് നിർമ്മിക്കുമ്പോൾ 63 മൂലകങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ മൂലകങ്ങളെ മെൻഡലിയേഫ് എന്ത് ചെയ്തു? അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ പട്ടികയിൽ വിന്യസിച്ചു. അപ്പോൾ മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തത്?
അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ്. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിലാണ് മൂലകങ്ങളെ മെൻഡലിയേഫ് എന്ത് ചെയ്തത്? വർഗീകരിച്ചത്. ഇങ്ങനെ വിന്യസിക്കുമ്പോൾ മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ ആവർത്തിക്കുന്നതായിട്ട് മെൻഡലിയേഫ് കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റോമിക മാസ് കൂടി വരുന്ന ക്രമത്തിൽ മെൻഡലിയേഫ് വർഗീകരിച്ചപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? മൂലകങ്ങളുടെ ഭൗതിക രാസഗുണങ്ങൾ ക്രമമായ ഇടവേളകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പീരിയോഡിക് നിയമം ആവിഷ്കരിക്കുന്നത്. അപ്പോൾ മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് നിയമം എന്താണെന്നുള്ളത് നോക്കുക. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ്. ഇതാണ് അദ്ദേഹത്തിൻ്റെ പീരിയോഡിക് നിയമം എന്ന് പറയുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും എന്താണ്? അവയുടെ അറ്റോമിക മാസിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. ഇതേവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇനി മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്, ഒന്ന്, സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി മൂലകങ്ങളെ വർഗീകരിച്ചു. ഇത് രസതന്ത്ര പഠനം എളുപ്പമാക്കി. ഓക്കെ, സമാന ഗുണമുള്ള മൂലകങ്ങളെയെല്ലാം ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ രസതന്ത്ര പഠനം എളുപ്പമാക്കി. അതാണ് ഒന്നാമത്തെ മേന്മ. രണ്ടാമത്, ചില മൂലകങ്ങൾ അറ്റോമിക മാസുകളുടെ ആരോഹണക്രമം കൃത്യമായി പാലിച്ചില്ല. ഇതിന് കാരണം അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് ഇത് കാരണമാവുകയും ചെയ്തു. ഓക്കെ, അപ്പം അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് കാരണമായി അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം. അതായത് ചില മൂലകങ്ങൾ എന്താണ്? അറ്റോമിക മാസുകളുടെ ആരോഹണക്രമം കൃത്യമായി പാലിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിന് കാരണം അറ്റോമിക മാസ് നിർണയത്തിലെ അപാകതയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും പിന്നീട് അറ്റോമിക മാസ് പുനർനിർണയിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അതൊരു മേന്മയാണ്. അതിന് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. നോക്കുക, ബെറീലിയത്തിൻ്റെ അറ്റോമിക മാസ് 14 നിന്ന് എത്രയായി? 9 പുനർനിർണയിച്ചു. അതും ഒരു മേന്മയാണ്. അടുത്തത്, കണ്ടെത്തപ്പെടാനുള്ള ഏതാനും മൂലകങ്ങൾക്ക് സ്ഥാനമൊഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. ഓക്കെ, ഇനിയും കണ്ടെത്താനായിട്ടുള്ള മൂലകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാനം ഒഴിച്ചിടുകയും അവയുടെ ഗുണങ്ങൾ പ്രവചിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ മൂലകങ്ങൾക്ക് വേണ്ടിയിട്ട് ചില സ്ഥാനങ്ങളൊക്കെ ഇതെവിടെ കണ്ടോ? ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ? അപ്പോൾ ചില മൂലകങ്ങൾക്കുള്ള സ്ഥാനം ഒഴിഞ്ഞിടുകയും അവയുടെ ഗുണങ്ങൾ അദ്ദേഹം പ്രവചിക്കുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാമാണ് മെൻഡലിയേഫിൻ്റെ പീരിയോഡിക് ടേബിളിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത്. ഇനി മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. നേരത്തെ പറഞ്ഞു സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പക്ഷേ എല്ലാ മൂലകങ്ങൾക്കും സമാന ഗുണം വരില്ല, അല്ലേ? അപ്പോൾ ഗുണങ്ങളിൽ വളരെയധികം വ്യത്യാസമുള്ള മൂലകങ്ങളും എന്തിൽ വരാൻ തുടങ്ങി? ഒരേ ഗ്രൂപ്പിൽ വരാൻ തുടങ്ങി. ഉദാഹരണം, സോഡിയം, പൊട്ടാസ്യം മുതലായ മൃദുലോഹങ്ങളോടൊപ്പം കോപ്പർ, സിൽവർ മുതലായ കാഠിന്യം കൂടിയ ലോഹങ്ങളെയും ഉൾപ്പെടുത്തി. സോഡിയം, പൊട്ടാസ്യം എന്ന് പറയുന്നത് മൃദുലോഹങ്ങളാണ്. അവയോടൊപ്പം തന്നെ ആര് വന്നു? കാഠിന്യം കൂടിയ ലോഹങ്ങളായിട്ടുള്ള കോപ്പർ, സിൽവർ എല്ലാം വരാൻ തുടങ്ങി. ഓക്കെ, അടുത്ത ഒരു പരിമിതി എന്ന് പറയുന്നത്, ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് കൃത്യമായ സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ഹൈഡ്രജൻ എന്ന് പറയുന്ന മൂലകത്തിന് കൃത്യമായിട്ടൊരു സ്ഥാനം നൽകാൻ കഴിഞ്ഞില്ല. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം മുതലായ ലോഹങ്ങളോടൊപ്പം അലോഹമായ ഹൈഡ്രജന് സ്ഥാനം നൽകി. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നൊക്കെ പറയുന്നത് ലോഹങ്ങളാണ്. ഹൈഡ്രജൻ ആരുടെ കൂടെ വന്നു? ഈ ലോഹങ്ങളുടെ കൂടെയാണ് വന്നത്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഒരു അലോഹമാണല്ലോ. ഓക്കെ, അപ്പോൾ അതൊരു പരിമിതിയാണ്. അടുത്തത്, അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും കൃത്യമായിട്ട് പാലിക്കാൻ കഴിഞ്ഞില്ല. അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം എല്ലായിടത്തും പാലിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അറ്റോമിക മാസിൻ്റെ പുനർനിർണയം നടത്തിയത്, അല്ലേ? അപ്പോൾ ആരോഹണക്രമം പാലിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡ്രോബാക്ക് തന്നെയാണ്. അതിനുദാഹരണമാണ് കൊബാൾട്ട്, നിക്കൽ, ടെലൂറിയം, അയഡിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ എല്ലാം അറ്റോമിക മാസിൻ്റെ ആരോഹണക്രമം പാലിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൻ്റെ പരിമിതിയും മേന്മയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഗ്രൂപ്പും പീരിയഡും നോക്കുക. പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള കോളങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്.
ഗ്രൂപ്പുകളിലെ മൂലകങ്ങൾ രാസഭൗതിക സ്വഭാവങ്ങളിൽ സമാനത പ്രകടിപ്പിക്കുന്നു. വിലങ്ങനെയുള്ള ഗോളങ്ങളാണ് പിരീഡുകൾ എന്ന് വിളിക്കുന്നത്. കുത്തനെയുള്ള ഗോളങ്ങൾ എന്താണ്? ഗ്രൂപ്പുകൾ എന്നും വിലങ്ങനെയുള്ള ഗോളങ്ങളാണ് പിരീഡുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, കുത്തനെയുള്ളത് ഗ്രൂപ്പും വിലങ്ങനെയുള്ളത് എന്താണ്? പിരീഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് ആധുനിക പീരിയോഡിക് നിയമം. 1869 മെൻഡലിയേഫ് പീരിയോഡിക് ടേബിൾ തയ്യാറാക്കുമ്പോൾ ആറ്റം ഘടനയെക്കുറിച്ചോ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ രൂപപ്പെട്ടിരുന്നില്ല. അല്ലെ, 1869 മെൻഡലിയേഫ് പീരിയോഡിക് ടേബിളിൽ എന്താണ്? മൂലകങ്ങളുടെ അറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തു. സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. ഇതൊക്കെയാണ് ചെയ്തത്. പക്ഷെ ആറ്റം ഘടനയെക്കുറിച്ചോ അല്ലെങ്കിൽ ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ചോ ഒരു ധാരണയും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് എന്ത് ചെയ്തു? ക്രമ നമ്പർ നൽകി. മോസ്ലി തൻ്റെ എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണത്തിലൂടെ മൂലകങ്ങൾക്ക് ക്രമ നമ്പർ നൽകി. ഇതിനെയാണ് അറ്റോമിക നമ്പർ എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയോഡിക് നിയമം പരിഷ്കരിച്ചു. മുന്നേ ഉണ്ടായിരുന്ന പീരിയോഡിക് നിയമത്തെ എന്ത് ചെയ്തു? മോസ്ലി പരിഷ്കരിച്ചു. എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്നാക്കി. നേരത്തെ അറ്റോമിക മാസിൻ്റെ എന്നായിരുന്നു, പിന്നീട് അത് എന്തായിട്ട് മാറി? അറ്റോമിക നമ്പറിൻ്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന് പരിഷ്കരിച്ചു. ഓക്കെ, ദേ ഇവിടെ പീരിയോഡിക് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി ഇവിടെ ആധുനിക പീരിയോഡിക് ടേബിൾ പരിശോധിച്ച് കഴിഞ്ഞ് എഴുതാനുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആധുനിക പീരിയോഡിക് ടേബിൾ നിങ്ങൾ നന്നായിട്ടൊന്ന് നിരീക്ഷിക്കുക. അതിനുശേഷം ഈ ചോദ്യം ഒന്ന് നോക്കുക. ആകെ പീരീഡുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് നമുക്ക് എണ്ണി നോക്കിയാൽ കിട്ടും. 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ 7 വരുന്നത്. ഓക്കെ, ആകെ പീരീഡുകളുടെ എണ്ണം എത്രയാണ്? 7. ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്? ഒന്നാമത്തെ പീരീഡാണ്. മൂന്നാം പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം മൂന്നാമത്തെ പീരീഡിലുള്ള മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്? 8. ഓക്കെ, 8. ദെൻ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18. ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്രയാണ്? 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഫില്ല് ചെയ്യുക. ഇനി അടുത്തത് നോക്കുക. ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിളിലെ സ്ഥാനവും. അതായത് ഒരു മൂലകത്തെക്കുറിച്ച് എന്തെല്ലാം വസ്തുതകളാണ് നമുക്ക് പീരിയോഡിക് ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിന് ഒരു എക്സാമ്പിളായിട്ട് കാർബൺ നമുക്ക് തന്നിട്ടുണ്ട്. കാർബണിൻ്റെ പേര്, പ്രതീകം, ഓക്കെ, അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം, ഇതെല്ലാം നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അല്ലേ? അപ്പോൾ പേരെന്ന് പറയുന്നത് എന്താണ്? കാർബൺ ആണ്. അത് നമുക്ക് അവിടെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്കത് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ കാർബൺ എന്നുള്ള പേര് കിട്ടും. പ്രതീകം എന്താണ്? കാർബണിൻ്റെ താഴെ കൊടുത്തിട്ടുള്ളത് സി എന്നാണ് അല്ലേ? അപ്പോൾ കാർബണിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് സി ആണ്. പേരെന്താണ്? പേര് കാർബൺ, പ്രതീകം എന്താണ്? സി ആണ്. അത് നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇത് കണ്ടോ, 6 അല്ലേ? കാർബൺ, സി കാർബൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 എന്ന് പറയുന്നത് എന്താണ്? മുകളിൽ കൊടുത്തിരിക്കുന്നത് സിയുടെ മുകളിൽ 6 എന്ന് പറഞ്ഞിട്ട് കണ്ടോ, അതെന്താണ്? അത് അറ്റോമിക നമ്പറാണ്. അപ്പോൾ അറ്റോമിക നമ്പർ നമുക്ക് 6 എന്ന് കിട്ടി. അതിൻ്റെ താഴെ 2 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? ഇലക്ട്രോൺ വിന്യാസമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പീരിയോഡിക് ടേബിളിൽ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുക അല്ലേ? കാർബൺ എന്നാണ് പേര്, പ്രതീകം 6 ആണ്, പ്രതീകം സി ആണ്, അറ്റോമിക നമ്പർ 6 ആണ്, ഇലക്ട്രോൺ വിന്യാസം 2 4. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ കാർബണിൻ്റെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. ഇതുപോലെ ഓരോ മൂലകത്തിൻ്റെയും നമുക്ക് അറിയാൻ പറ്റും. അതിന് മുന്നേ കിടക്കുന്ന ബോറോൺ നോക്കുക. ബോറോൺ ബി ആണ്, ബോറോൺ എന്നാണ് പേര്, അറ്റോമിക നമ്പർ 5 ആണ്, ഇലക്ട്രോൺ വിന്യാസം 2 3 ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ മൂലകത്തിൻ്റെയും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവാനായിട്ട് പറ്റുന്നത്. ഇനി ഇവിടെ ഓരോ മൂലകവും അതിൻ്റെ അറ്റോമിക നമ്പറും ഇലക്ട്രോൺ വിന്യാസവും കൊടുത്തിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജൻ അറ്റോമിക നമ്പർ 1 ആണ്, ഇലക്ട്രോൺ വിന്യാസം 1. ലിഥിയം 3 ആണ്, 2 1 ആണ് ഇലക്ട്രോൺ വിന്യാസം. സോഡിയം അതുപോലെ എല്ലാത്തിൻ്റെയും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ മൂലകങ്ങളുടെ ബാഹ്യതമശലിലെ ഇലക്ട്രോൺ വിന്യാസത്തിൽ എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? ഇവിടെ ബാഹ്യതമശലിലെ ഇലക്ട്രോണുകളുടെ എന്ത് പ്രത്യേകതയാണ് കാണുന്നത്? എല്ലായിടത്തും ഒന്നാണ് അല്ലേ? ബാഹ്യതമശലിൽ എന്താണ്? എല്ലായിടത്തും ഒന്നാണ് കാണുന്നത്, ഒരു ഇലക്ട്രോൺ ആണ് കാണുന്നത് അല്ലേ?
അപ്പോൾ ഇവിടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളെല്ലാം തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നാം ഗ്രൂപ്പിൽപ്പെട്ട മൂലകങ്ങൾ എന്താണ്? പൊതുവെ ഒരേ രാസഗുണം പ്രകടിപ്പിക്കുന്ന ആളുകളായിരിക്കും. ഇനി ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ എഴുതി കഴിഞ്ഞാലും ഇലക്ട്രോൺ വിന്യാസം എല്ലാം എഴുതി കഴിഞ്ഞാലും അവയുടെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകൾ എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഇവയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത്. മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്? മൂലകങ്ങളുടെ രാസഗുണങ്ങൾക്ക് അടിസ്ഥാനം എന്താണ്? അവയുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഓക്കെ, അപ്പോൾ അതിനാൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മൂലകങ്ങൾ എന്താണ്? രാസഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അപ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ നോക്കിയിട്ടാണ് ഒരേ രാസഗുണമാണോ എന്ന് നമ്മൾ പ്രവചിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നോക്കുക, 1, 2 ഗ്രൂപ്പുകളിലെ മൂലകങ്ങളിലെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്? അവയുടെ ഗ്രൂപ്പ് നമ്പർ. 1, 2 ഗ്രൂപ്പുകളിൽ അല്ലേ. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കുക, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് നമ്പറും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ നോക്കുക, ഗ്രൂപ്പ് നമ്പർ 13 ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയാണ്? 3. അപ്പോൾ 13ഉം 3ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 10 അല്ലേ. 13ൽ നിന്ന് 3 പോയാൽ 10. ഇവിടെ 14 ഗ്രൂപ്പ് നമ്പർ, ബാഹ്യതമ ഷെല്ലിൽ 4. അപ്പോൾ 14 - 4 എത്രയാണ്? 10. ഇവിടെയും 15 ഗ്രൂപ്പ് നമ്പർ, ബാഹ്യതമ ഷെല്ലിൽ 5. 15ൽ നിന്ന് 5 പോയാൽ എത്രയാണ്? 10. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? ഗ്രൂപ്പ് നമ്പർ കിട്ടും അല്ലേ. ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രൂപ്പ് നമ്പർ കിട്ടും എന്നാണ് ഇവിടെ തമ്മിലുള്ള നമുക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റുന്നത്. ഇനി ഇവിടെ നോക്കുക, മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഷെല്ലുകളുടെ എണ്ണം, പീരീഡ് നമ്പർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഒരു എക്സാമ്പിൾ, ഇവിടെ അയഡിൻ്റെ നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോൺ വിന്യാസം 2, 8, 18, 18, 7. ഷെല്ലുകളുടെ എണ്ണം 5, പീരീഡ് നമ്പർ 5. സോഡിയത്തിൻ്റെ ആണെങ്കിലോ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1. ഷെല്ലുകളുടെ എണ്ണം എത്രയുണ്ട്? 2, 8, 1 എന്ന് പറയുമ്പോൾ 1, 2, 3 ഷെല്ലുണ്ട് അല്ലേ. അപ്പോൾ 3 ഷെല്ലെന്ന് പറയുമ്പോൾ KLM അതാണ് ഷെല്ല്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ഭാഗത്ത് അല്ലേ. അടുത്തത് കാൽസ്യത്തിൻ്റെ നോക്കുക, 2, 8, 8, 2. അപ്പോൾ എത്രയുണ്ട്? 2, 8, 8, 2. അപ്പോൾ 4 ഷെല്ലുണ്ട് അല്ലേ. അപ്പോൾ 4 ഷെല്ല് അവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. പീരീഡ് നമ്പർ എത്രയാണ്? 4 തന്നെയാണ്. ദെൻ എന്താണ് ഇവിടെ നോക്കുക, ഗാലിയത്തിൻ്റെ 2, 8, 18, 3. അപ്പോൾ ഇവിടെ 4 ഷെല്ലാണ്. പീരീഡ് നമ്പർ എത്രയാണ്? 4. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും എന്താണ്? തുല്യമാണ് അല്ലേ. നമ്മൾ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പർ എഴുതിയിരിക്കുന്നത് നോക്കുക, 5, 5, 4, 4, 3, 3 അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു മൂലകത്തിലെ ഷെല്ലുകളുടെ എണ്ണവും പീരീഡ് നമ്പറും എന്താണ്? തുല്യമാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇനി ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. ഓരോ ഗ്രൂപ്പിലെയും മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകൾ അനുസരിച്ച് ചില മൂലകങ്ങളെ നമ്മൾ എന്താണ് കുടുംബങ്ങളായിട്ട് പരിഗണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കുടുംബം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഏത് ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലി ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കുക, ഗ്രൂപ്പ് നമ്പർ 1 ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ. ഒന്നാം ഗ്രൂപ്പ് നമ്പർ മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? ആൽക്കലി ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ടാം ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. എന്താണ്? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ദെൻ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് സംക്രമണ ലോഹങ്ങൾ. സംക്രമണ ലോഹങ്ങൾ എന്നാണ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത്. ദെൻ 13ാമത് ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം. അത് അവരുടെ മുകളിൽ വരുന്ന മൂലകങ്ങളുടെ പേര് വെച്ചിട്ടാണ് കുടുംബത്തിന് പേര് കൊടുത്തിട്ടുള്ളത്. 13ാമത് ബോറോൺ, 14ാമത് കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം. അത് നമുക്ക്
ഈസി ആയിട്ട് ആ മൂലകങ്ങളുടെ പേര് വെച്ചിട്ട് എഴുതാൻ പറ്റും. ദെൻ 17ാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്നതാണ് ഹാലോജനുകൾ. എന്താണ്? ഹാലോജനുകൾ. 18 ഉത്കൃഷ്ട വാതകങ്ങൾ. അപ്പോൾ ഈ പേര് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നത് ആൽക്കലി ലോഹങ്ങൾ, 2ാം ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, 3 to 12 സംക്രമണ ലോഹങ്ങൾ, 13 ബോറോൺ കുടുംബം, 14 കാർബൺ കുടുംബം, 15 നൈട്രജൻ കുടുംബം, 16 ഓക്സിജൻ കുടുംബം, 17 ഹാലോജനുകൾ, 18 ഉത്കൃഷ്ട വാതകങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. പീരിയോഡിക് ടേബിളിൽ ഹൈഡ്രജന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിലെ ഹൈഡ്രജന്റെ സ്ഥാനം ഇപ്പോഴും ചർച്ചയ്ക്ക് വിഷയമാണ്. മിക്ക പീരിയോഡിക് ടേബിളിലും ഹൈഡ്രജന് ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായിട്ടാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് മുകളിൽ. ഓക്കെ, ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലായിട്ടാണ് സ്ഥാനം നൽകിയിട്ടുള്ളത്. എന്നാൽ ഹൈഡ്രജൻ ഒരു അലോഹമാണ് അല്ലെ, ആൽക്കലി ലോഹങ്ങൾക്ക് മുകളിലാണ് സ്ഥാനം കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അലോഹമാണ്. അപ്പോൾ ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എന്താണ്? ദ്വയാറ്റോമികമാണ്. ഓക്കെ, ആൽക്കലി ലോഹങ്ങൾ ഏകാറ്റോമികമാണ്, ഹൈഡ്രജൻ ദ്വയാറ്റോമികമാണ്. ആൽക്കലി ലോഹങ്ങളെ പോലെ ചില രാസപ്രവർത്തനങ്ങളിൽ ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നു. അതേസമയം ചില രാസപ്രവർത്തനത്തിൽ ഹാലോജനുകളെ പോലെ ഒരു ഇലക്ട്രോൺ നേടുന്നു. ആൽക്കലി ലോഹങ്ങളെല്ലാം ഖരാവസ്ഥയിലായിരിക്കുമ്പോൾ ഹൈഡ്രജൻ എങ്ങനെയാണ്? വാതകാവസ്ഥയിലാണ്. ആൽക്കലി ലോഹങ്ങൾക്ക് പൊതുവെ അയോണീകരണ ഊർജം കുറവായിരിക്കുമ്പോൾ ഹൈഡ്രജന്റെ അയോണീകരണ ഊർജം ഹാലോജനുകളെ പോലെ ഉയർന്നതാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകം റഡോൺ ആണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറയുന്നത്, ഹൈഡ്രജന്റെ സ്ഥാനം ഇപ്പോഴും ഒരു പ്രശ്നമാണ്. നമ്മൾ ആൽക്കലി ലോഹങ്ങളുടെ, അതായത് 1ാമത്തെ ഗ്രൂപ്പിന്റെ മുകളിലായിട്ടാണ് ഹൈഡ്രജന് സെപ്പറേറ്റ് ഒരു കോളം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ അതെന്താണ്? ഹൈഡ്രജൻ ആൽക്കലി ലോഹങ്ങളെ പോലെയല്ല, ക്യാരക്ടറിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. ഓക്കെ, റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണിത്? പീരിയോഡിക് ടേബിളിലെ 1, 2 ഗ്രൂപ്പുകളിലെയും 13 മുതൽ 18 വരെയുമുള്ള ഗ്രൂപ്പുകളിലെയും മൂലകങ്ങൾ പരിശോധിക്കൂ. ഇവയിൽ നമുക്ക് പരിചയമുള്ളവ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് പരിചയമുള്ളതുണ്ട് അല്ലേ, 1ഉം 2ഉം ഗ്രൂപ്പുകളിലൊക്കെ പരിചയമുള്ളവ ഉണ്ട്. ഇവയിൽ ലോഹങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ? ഉണ്ടല്ലോ. 1ാമത്തെ ഗ്രൂപ്പിലും 2ാമത്തെ ഗ്രൂപ്പിലും ലോഹങ്ങൾ, നമ്മൾ പറഞ്ഞ ആൽക്കലി ലോഹങ്ങൾ അല്ലെ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ലോഹങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവയിൽ അലോഹങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ അലോഹങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ലോഹങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ്? 1ഉം 2ഉം ഗ്രൂപ്പിലെ മൂലകങ്ങളൊക്കെ ലോഹങ്ങളാണ്. അലോഹങ്ങൾ ഉൾപ്പെടുന്നത് ഏതാണ്? 13 വരെ അല്ലെ, 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിൽ, അതായത് സംക്രമണ മൂലകങ്ങൾ എന്ന് നമ്മൾ പഠിച്ചല്ലേ, അതെന്താണ്? അലോഹങ്ങളാണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന ഉപലോഹങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഉപലോഹങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഇനി നോക്കുക, ഖരം, ദ്രാവകം, വാതകം എന്നീ വിവിധ അവസ്ഥകളിലുള്ള മൂലകങ്ങളുണ്ടോ? ഉണ്ടല്ലോ. ഖരാവസ്ഥയിലുള്ള മൂലകങ്ങളെ കാണാൻ പറ്റും, ദ്രാവകാവസ്ഥയിലുള്ളത് കാണാൻ പറ്റും, വാതകാവസ്ഥയിലുള്ള മൂലകങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് ഖരാവസ്ഥയിലുള്ള മൂലകങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്? സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാർബൺ. ഓക്കെ, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, കാർബൺ, ഇതൊക്കെയാണ് എന്താ ഖരാവസ്ഥയിലുള്ളത്. ഇനി ദ്രാവകാവസ്ഥയിലുള്ളതാണെങ്കിലോ ബ്രോമിയം, ഓക്കെ, ബ്രോമിൻ, അതുപോലെ തന്നെ ഗാലിയം. ഓക്കെ, ബ്രോമിൻ, ഗാലിയം എന്നിവ ദ്രാവകാവസ്ഥയിലാണ്. വാതകാവസ്ഥയിൽ കാണപ്പെടുന്നതാണ് ഫ്ലൂറിൻ. ഓക്കെ, ഫ്ലൂറിൻ, അതുപോലെ തന്നെ ഏതാണ്? ക്ലോറിൻ, അതുപോലെ നിയോൺ. ഓക്കെ, നിയോൺ, അതുപോലെ തന്നെ ഹീലിയം. ഓക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, നിയോൺ, ഹീലിയം, ഇതെല്ലാം എന്താണ്? വാതകാവസ്ഥയിലുള്ള മൂലകങ്ങളാണ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ളതും ദ്രാവകാവസ്ഥയിലുള്ളതും വാതകാവസ്ഥയിലുള്ളതും എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഈ ഗ്രൂപ്പിലെ മൂലകങ്ങൾ ആറ്റങ്ങളിലെ ഇലക്ട്രോൺ പൂരണത്തിൽ ക്രമാവർത്തന പ്രവണത കാണിക്കുന്നവയാണ്. ബാഹ്യതമശയിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയവയാണ് ഇവ. ഈ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ ബാഹ്യതമശയിൽ 1 മുതൽ 8 വരെ ഇലക്ട്രോണുകൾ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളെയാണ്, ആ ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെയാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്.
അടുത്തത് ഉത്കൃഷ്ടവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നോക്കുക, 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ തിരിച്ചറിയുക. 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം, ഹീലിയം, നിയോൺ, അതുപോലെ തന്നെ ആർഗൺ, ക്രിപ്റ്റോൺ അല്ലേ, അതുപോലെ സിനോൺ, ദെൻ റാഡോൺ അല്ലേ. ഇതെല്ലാം എന്താണ്? 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെട്ടതാണ്. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റൺ, സിനോൺ, റാഡോൺ ഇതെല്ലാം 18ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങളാണ്. അവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ട്രോൺ വിന്യാസം നമുക്കറിയാം എഴുതാൻ അല്ലേ. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. സോ ഇലക്ട്രോൺ വിന്യാസം എന്താണ്? 2 തന്നെയാണ് വരിക. നിയോണിൻ്റെ വരുമ്പോൾ എന്താണ്? 10 ആണ് വരിക അല്ലേ. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8 ആണ്. ആർഗണിൻ്റെ എത്രയാണ്? 18 ആണ്. അപ്പോൾ എത്ര വരും? 2, 8, 8 എന്ന് വരും. അത് നമുക്ക് അറിയുന്നതാണ് അല്ലേ, എഴുതാനായിട്ട് നമുക്ക് അറിയുന്നതാണ്. ക്രിപ്റ്റൺ അതുപോലെ തന്നെ എല്ലാം നമുക്ക് എഴുതാൻ അറിയാം. ഇനി ഹീലിയം ഒഴികെ എല്ലാ മൂലകങ്ങൾക്കും എത്രയാണ് ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വീതമാണ് ഉള്ളത്? എത്ര ഇലക്ട്രോൺ വീതമാണ്? നമ്മൾ ഹീലിയത്തിൻ്റെ മാത്രം അറ്റോമിക് നമ്പർ 2 ആയതുകൊണ്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എന്ത് വരും? 2 എന്ന് വരും. ബാക്കിയുള്ള അതായത് നിയോണിൻ്റെ 2, 8 ആണ്, 10 വരുന്നത് കൊണ്ട്. ആർഗണിൻ്റെ 2, 8, 8 ആണ്. ക്രിപ്റ്റണിൻ്റെ 2, 8, 18, 8 ആണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളാണ് വരുന്നത്? ഹീലിയത്തിൻ്റെ മാത്രമാണ് ബാഹ്യതമ ഷെല്ലിൽ 2 വരുന്നത്. ബാക്കി എല്ലാ മൂലകങ്ങളുടെയും ബാഹ്യതമ ഷെല്ലിൽ എത്ര വരും? 8 ഇലക്ട്രോൺ ആണ് വരുന്നത്. ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമോ? 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഉത്കൃഷ്ടവാതകങ്ങൾ എന്നറിയപ്പെടുന്ന ഏതാണ്? 18ാം ഗ്രൂപ്പാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല? അതെന്തുകൊണ്ടാണ്? ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ എന്തുണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. 8 ഇലക്ട്രോൺ എന്ന് പറയുന്നത് കംപ്ലീറ്റഡ് ആണ്. പിന്നീട് അവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഇലക്ട്രോൺ കൊടുക്കുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത്? ഇല്ല അല്ലെ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം ഇവിടെ ബാഹ്യതമ ഷെല്ലിൽ എന്തുണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ രാസപ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല. സ്ഥിരത കൈവരിച്ചു എന്നാണ് അർത്ഥം ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറഞ്ഞൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നോക്കുക. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളായിട്ടുള്ള ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നിവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. താഴെ തന്നിട്ടുള്ളവയിൽ ഉത്കൃഷ്ടവാതകങ്ങളിൽ പെടാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ പഠിച്ചു വെക്കുക ഏതൊക്കെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡോൺ എന്നിവയാണ്. ഇവ ഏകാറ്റോമിക തന്മാത്രകളാണ്. സാധാരണയായി മറ്റുള്ളവയുമായി സംയോജിക്കാത്തതിനാൽ ഇവയെ അലസവാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം എന്താണ്? ഇവയുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരതയെല്ലാം കൈവരിച്ചതുകൊണ്ട് തന്നെ രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല, മറ്റുള്ളവയുമായിട്ട് സംയോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവയെ എന്ത് വിളിക്കുന്നു? ഇനേർട്ട് ഗ്യാസസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം കണ്ടുവരുന്നത് കൊണ്ട് തന്നെ അപൂർവ വാതകങ്ങൾ എന്നും വിളിക്കാറുണ്ട്. ഹീലിയം സാന്ദ്രത വളരെ കുറഞ്ഞ വാതകമായതിനാൽ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നു. അപ്പോൾ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണ് എന്ന് ചോദിക്കാം. ഏതാണ്? ഹീലിയമാണ്. എന്തുകൊണ്ടാണ് അത് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നത്? സാന്ദ്രത വളരെ കുറവായതിനാലാണ്. ഹീലിയത്തിന് സാന്ദ്രത വളരെ കുറഞ്ഞ അവസ്ഥയിലായതുകൊണ്ട് തന്നെ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇനി നിയോൺ വാതകം ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായിട്ട് ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നു. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? നിയോൺ വാതകമാണ്. വൈദ്യുത ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് അവയിൽ ആർഗോൺ വാതകം നിറയ്ക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ബൾബുകളിലെ ഫിലമെന്റ് ബാഷ്പീകരിക്കാതിരിക്കാൻ വേണ്ടി ചേർക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ആർഗോൺ ആണ്. റെഡോൺ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കണ്ടുവരുന്ന വാതകവും ഏതാണ്? റെഡോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ എന്നുള്ളത് ഓർത്തിരിക്കുക. കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. ഹീലിയമാണ്. എന്തുകൊണ്ടാണ്? സാന്ദ്രത വളരെ കുറവായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ബൾബുകളിലെ ഫിലമെന്റിൽ ബാഷ്പീകരിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആർഗോൺ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡിസ്ചാർജ് ലാമ്പുകളിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? നിയോൺ വാതകമാണ്. ഓറഞ്ച് നിറം ലഭിക്കുന്നതിനായിട്ട്. റേഡിയോ ആക്ടിവിറ്റി ഉള്ളതാണ് റെഡോൺ എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണപ്പെടുന്ന ഉത്കൃഷ്ടവാതകവും ഏതാണ്? റെഡോൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉത്കൃഷ്ടവാതകങ്ങളുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക.
ഇനി അടുത്തത് സംക്രമണ മൂലകങ്ങൾ അല്ലെ, സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് എന്ത്? സംക്രമണ മൂലകങ്ങൾ. നമ്മൾ നേരത്തെ പേര് പഠിച്ചില്ലേ, കുടുംബം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പീരിയോഡിക് ടേബിൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ലോഹങ്ങളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. സംക്രമണ മൂലകങ്ങൾ ലോഹങ്ങളാണ്. ഇവ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. ഗ്രൂപ്പുകളിലും പിരീഡുകളിലും ഇവ രാസഗുണങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാദൃശ്യം കാണിക്കുന്നുണ്ട്. ഇനി ലാന്തനോയിഡുകളും ആക്റ്റിനോയിഡുകളുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ്. പീരിയോഡിക് ടേബിളിലെ 6ാം പീരീഡിൽ 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുകളുള്ള മൂലകങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം നൽകിയിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ പീരിയോഡിക് ടേബിൾ നമ്മൾ ചിത്രം കണ്ടു അല്ലേ? പീരിയോഡിക് ടേബിളിൻ്റെ ചിത്രം നമ്മൾ കണ്ടപ്പോൾ അവിടെ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കുക. ഈ ലാസ്റ്റായിട്ട് കിടക്കുന്ന 2 അല്ലേ, 57 മുതൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 57 മുതൽ ഇവിടെ എത്ര വരെയുണ്ട്? 103 അല്ലേ? അപ്പോൾ ഇത്രയും മൂലകങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ഏറ്റവും താഴേക്കായിട്ടാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അവർക്ക് അവിടെ സെപ്പറേറ്റ് സ്ഥാനമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പീരിയോഡിക് ടേബിളിലെ 6ാം പീരീഡിൽ 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങൾക്കും പീരിയോഡിക് ടേബിളിന് ചുവടെയാണ് പ്രത്യേക സ്ഥാനം നൽകിയിട്ടുള്ളത്. ഈ മൂലകങ്ങളാണ് അന്തസംക്രമണ മൂലകങ്ങൾ, ഇന്നർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ താഴേക്കായിട്ട് സെപ്പറേറ്റ് സ്ഥാനം കൊടുത്തിട്ടുള്ള മൂലകങ്ങളെയാണ് അന്തസംക്രമണ മൂലകങ്ങൾ എന്ന് വിളിക്കുന്നത്. 6ാം പീരീഡിൽ ഉൾപ്പെടുന്ന ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെ ലാന്തനോയിഡ് എന്ന് വിളിക്കുന്നു. ലന്താനം മുതൽ ലുട്ടേഷ്യം വരെയുള്ളവയെ ലാന്തനോയിഡുകൾ എന്ന് വിളിക്കുന്നു. 7ാം പീരീഡിൽ ഉൾപ്പെടുന്ന ആക്ടിനിയം മുതൽ ലോറൻഷ്യം വരെയുള്ള അന്തസംക്രമണ മൂലകങ്ങളെ ആക്ടിനോയിഡുകൾ എന്ന് വിളിക്കുന്നു. ആ പേര് തുടങ്ങുന്നത് എവിടെ? മൂലകങ്ങൾ തുടങ്ങുന്നതാണ് അല്ലേ? ലന്താനത്തിൽ നിന്ന് തുടങ്ങുന്നത് ലാന്തനോയിഡുകൾ എന്നും ആക്ടിനിയത്തിൽ നിന്ന് തുടങ്ങുന്നത് ആക്ടിനോയിഡുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ലാന്തനോയിഡുകൾ റയർ എർത്ത്സ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ റയർ എർത്ത് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ലാന്തനോയിഡുകളാണ്. ആക്ടിനോയിഡുകളിൽ യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ മനുഷ്യനിർമ്മിതമാണ്. യുറേനിയത്തിന് ശേഷമുള്ള മൂലകങ്ങൾ എന്താണ്? മനുഷ്യനിർമ്മിതമാണ്. ഓക്കെ, ഇത്രയും കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് ഇവിടെ ഹൈഡ്രജൻ, അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചിത്രം വരച്ച് കാണിച്ചിട്ടുണ്ട് അല്ലേ? ലിഥിയം, ഓക്കെ, ഇതേ കണ്ടില്ലേ? സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, ഇങ്ങനെ പറഞ്ഞ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? ചിത്രം 4.1. ഇതൊന്ന് നോക്കാം. ഇത് നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഇവയിൽ വലിയ ആറ്റം ഏതാണ്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലോട്ടാണ് വരുന്നത്. ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഏറ്റവും വലുത് ഏതാണ്? RB, അതായത് എന്താണ്? റുബീഡിയം അല്ലേ? റുബീഡിയമാണ് ഏറ്റവും വലിയ ആറ്റം. ഏറ്റവും ചെറുത് ഏതായിരിക്കും? ഏറ്റവും ചെറുതെന്ന് പറയുന്നത് എപ്പോഴും ഹൈഡ്രജൻ ആണ് അല്ലേ? ചെറിയ ആറ്റം ഹൈഡ്രജൻ ആണ്. ഇനി വലിയ ആറ്റവും ചെറിയ ആറ്റവും നമ്മൾ പറഞ്ഞു. വലിയ ആറ്റം ഏത്? ചെറിയ ആറ്റം ഏത്? ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? ഗ്രൂപ്പിൽ നിന്നും താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? വലുപ്പം കൂടുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം അങ്ങനെ പോകുന്തോറും വലുപ്പം എന്ത് ചെയ്യാണ്? കൂടുകയാണ്. അപ്പോൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ആറ്റത്തിൻ്റെ വലുപ്പത്തിന് എന്ത് സംഭവിക്കുന്നു? വലുപ്പം കൂടുന്നു. ഓക്കെ, കൂടുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കും അല്ലേ? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഷെല്ലേ വരുന്നുള്ളൂ. അടുത്ത ലിഥിയം എന്ന് പറയുമ്പോഴേക്കും അടുത്ത് 2 ഷെല്ല് വരും. ദെൻ അടുത്ത ആൾ വരുമ്പോഴേക്കും വീണ്ടും ഷെല്ലുകളുടെ എണ്ണം കൂടും. അങ്ങനെ വരുമ്പോഴത്തേനും ഷെല്ലുകളുടെ എണ്ണം കൂടി വരും. ആദ്യത്തെ ആൾക്ക് K എന്ന് പറയുന്ന ഒരു ഷെല്ലേ ഉള്ളൂ. അടുത്ത ആൾക്ക് KL വരും. അടുത്ത ആൾക്ക് KLM വരും. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം എന്താണ്? കൂടി വരുന്നുണ്ട്. അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നവരും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ആറ്റത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക, പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് പോകുന്തോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലുപ്പവും എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. ഇനി ആറ്റത്തിൻ്റെ വലുപ്പം പീരിയഡിൽ
പീരിയോഡിക് ടേബിളിലെ 2ാം പീരീഡിലെ അറ്റോമിക നമ്പർ 3 മുതൽ 9 വരെയുള്ള മൂലകങ്ങളുടെ ബോർ മാതൃകകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇവിടെ താഴെ തന്നിട്ടുണ്ട്. ഇവിടെ അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നില്ലല്ലോ. അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്താണ് സംഭവിക്കുന്നത്? അറ്റോമിക നമ്പർ നമുക്കിവിടെ ചിത്രം ഒന്ന് നോക്കാം. ദേ ഇവിടെ കാണുന്നുണ്ടല്ലോ. അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നുണ്ടോ? അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം ഇവിടെ കൂടുന്നില്ല. എന്താണ് പ്രത്യേകത നോക്കുക. ഇവിടെ KL എന്ന് പറയുന്ന 2 ഷെല്ലാണ് ഇവിടെ എല്ലായിടത്തും ഉള്ളത് അല്ലേ. KL എല്ലായിടത്തും 2 ഷെല്ല് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നില്ല. അറ്റോമിക നമ്പർ കൂടുന്നുണ്ട്, പക്ഷേ ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല. അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജ് എന്ത് സംഭവിക്കും? ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതെവിടെ ചാർജ് കിടക്കുന്നത് കണ്ടോ? ന്യൂക്ലിയർ ചാർജ് എന്ത് സംഭവിക്കുന്നുണ്ട്? കൂടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളുടെ എണ്ണം വ്യത്യാസപ്പെടുന്നില്ല. അറ്റോമിക നമ്പർ കൂടുന്നതിനനുസരിച്ച് ന്യൂക്ലിയർ ചാർജിന് എന്ത് സംഭവിക്കുന്നു? ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഇലക്ട്രോണുകളെ ആകർഷിക്കുമല്ലോ. അതിനാൽ പീരിയഡിൽ ഇടത്തുനിന്നും വലത്തോട്ട് പോകുന്തോറും ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതനുസരിച്ച് ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലവും കൂടുന്നു. അതിനാൽ ആറ്റത്തിന്റെ വലുപ്പം പൊതുവെ എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു. ഇത് എവിടെ കാണുന്നുണ്ടല്ലോ. ലിഥിയം 2 1 ബെറിലിയം എത്തുമ്പോഴേക്ക് 2 2. ആറ്റത്തിന്റെ വലുപ്പം എന്താണ് ചെയ്യുന്നത്? ബോറോൺ ദെൻ കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് അയോണീകരണ ഊർജം, അയണൈസേഷൻ എനർജി നോക്കുക. സോഡിയം, ക്ലോറിൻ എന്നീ ആറ്റങ്ങൾ സംയോജിച്ച് സോഡിയം ക്ലോറൈഡ് തന്മാത്ര ഉണ്ടാവുന്ന വിധം നമ്മൾക്കറിയാം. ഇത് ഒരു അയോണിക സംയുക്തമാണല്ലോ. സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും ബോർ മാതൃകകൾ നൽകിയിരിക്കുന്നു. ഇവിടെ സോഡിയം ആറ്റത്തിൻ്റെ തന്നിട്ടുണ്ട്, ഇവിടെ ക്ലോറിൻ ആറ്റത്തിൻ്റെ തന്നിട്ടുണ്ട് അല്ലേ. ഇവയിൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആറ്റം ഏതാണ്? ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം നോക്കിയാൽ മതി, 11 ആണ്. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക? 2 8 1. അപ്പോൾ 11 ആയി അല്ലേ. ഇനി ക്ലോറിൻ്റെ എന്താണ് അറ്റോമിക നമ്പർ 17 ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 2 8 7 എന്നാണ് എഴുതുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഈ മൂലകങ്ങളെല്ലാം തന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥിരത കൈവരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വേണം? 8 ഇലക്ട്രോൺ ആകുമ്പോഴാണ് നമ്മൾ സ്ഥിരത കൈവരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ 2 മൂലകങ്ങളും സ്ഥിരത കൈവരിക്കണമെങ്കിൽ ആർക്ക് മൂലകങ്ങൾ കൊടുക്കണം? ഇവിടെ സോഡിയത്തിന് ആകെ 1 എണ്ണേ ഉള്ളൂ അല്ലേ. ഒരാൾ 7 എണ്ണം ഒരാൾക്ക് മറ്റൊരാൾ കൊടുക്കുന്നതാണോ, 1 എണ്ണം എക്സ്ട്രാ ഉള്ള ആൾ അപ്പുറത്തോട്ട് കൊടുക്കുന്നതാണോ നല്ലത്? 1 കൊടുക്കുന്നതല്ലേ നല്ലത്. സോ ഈ 1 എന്ന് പറയുന്ന സോഡിയത്തിൻ്റെ ഈ ഒരു ഇത് എവിടേക്ക് പോകും? ക്ലോറിനിലോട്ട് പോകും. അപ്പോൾ ഈ 7 പോയിട്ട് എന്താവും? ഇവിടെ 8 ആയിട്ട് മാറും. ഇവിടെ ഈ 1 പോകുമ്പോൾ ഇവിടെയും എന്തായി? 8 ആയിട്ട് മാറി അല്ലേ. അപ്പോൾ 2 ആൾക്കും ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിട്ട് മാറും? 8 ഇലക്ട്രോൺ ആയിട്ട് മാറും. പറഞ്ഞത് മനസ്സിലായല്ലോ. ഇവിടെ സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. സോ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ 2 8 1. ഇവിടെ 17 ആയതുകൊണ്ട് 2 8 7. സ്ഥിരത കൈവരിക്കണമെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. സോ സോഡിയത്തിൻ്റെ 1 എണ്ണം ഇവിടെ നിന്ന് പോയി ഇവിടെ വന്ന് ചേരുമ്പോൾ ക്ലോറിൻ്റെ എന്താവും? 7 പോയിട്ട് 8 ആവും. അപ്പോൾ 2 പേർക്കും ബാഹ്യതമ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയി? 8 ഇലക്ട്രോൺ ആയി സ്ഥിരത കൈവരിച്ചു. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നത് ആരാണ്? സോഡിയമാണ് അല്ലേ. സോഡിയം അല്ലേ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്നത് സോഡിയമാണ്. ഇലക്ട്രോൺ സ്വീകരിക്കുന്നത് ആരാണ്? സ്വാഭാവികമായും ക്ലോറിൻ ആണ്. ഓക്കെ, നഷ്ടപ്പെടുത്തുന്ന ആറ്റം സോഡിയവും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആറ്റം ആരാണ്? ക്ലോറിനുമാണ്. ഓക്കെ, ഇപ്രകാരം ഇലക്ട്രോൺ കൈമാറ്റം നടക്കുമ്പോൾ ആറ്റങ്ങൾ എന്ത് ചെയ്യുന്നു? ചാർജ് ഉള്ളതായിട്ട് നടത്തുന്നു. ഓക്കെ, ചാർജ് ഉള്ളതായിട്ട് മാറുന്നു. ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അയോണുകൾ എന്ന് വിളിക്കുക. ഇവിടെ സോഡിയം അയോണും അതുപോലെ തന്നെ ക്ലോറൈഡ് അയോണുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ സോഡിയത്തിന് നോക്കുക, പ്ലസ് ചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത്. സോഡിയത്തിന് പ്ലസ് ചിഹ്നവും ക്ലോറിന് മൈനസ് ചിഹ്നമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലസ് മൈനസും എങ്ങനെയാണ് നമ്മൾ അറിയാം? സോഡിയം ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കാൻ വേണ്ടി ഇങ്ങനെ വിചാരിക്കുക, നമ്മൾ ഒരാൾക്ക് എന്ത് സാധനവും നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് നൽകുക എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലേ.
ഒരാളിൽ നിന്ന് എന്തും നമ്മൾ ഇങ്ങോട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക എന്ന് മാത്രം. ഒരാൾക്ക് കൊടുക്കാതെ എന്തും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ സോഡിയം കൊടുക്കുന്ന ആളായതുകൊണ്ട് അവിടെ പോസിറ്റീവും, ക്ലോറിൻ സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അവിടെ നെഗറ്റീവ് ചാർജും ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ആണ് ഉണ്ടാവുന്നത്. ലോഹങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് പോസിറ്റീവ് അയോണുകളാകുന്നു. ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജ്ജമാണ് അയോണീകരണ ഊർജ്ജം. ഓക്കെ, ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ, ഇപ്പോൾ സോഡിയം ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് സ്വതന്ത്രമാക്കണം, അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെയാണ് അയോണീകരണ ഊർജ്ജം എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, വാതകാവസ്ഥയിലുള്ള ഒറ്റപ്പെട്ട ഒരു ആറ്റത്തിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഏറ്റവും ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജമാണ് ആ മൂലകത്തിന്റെ അയോണീകരണ ഊർജ്ജം. നമ്മൾ പറഞ്ഞതുപോലെ സോഡിയത്തിന്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോൺ അല്ലേ, അപ്പോൾ അത് ദുർബലമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജത്തെയാണ് അയോണീകരണ ഊർജ്ജം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാന ഘടകങ്ങളാണ്. ഒന്ന് ന്യൂക്ലിയർ ചാർജ്, രണ്ട് ആറ്റത്തിൻ്റെ വലുപ്പം. ഓക്കെ, അയോണീകരണ ഊർജ്ജം ആശ്രയിച്ചിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജും അതുപോലെ തന്നെ ആറ്റത്തിൻ്റെ വലുപ്പവും. ഇനി നോക്കുക, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ ന്യൂക്ലിയസിന് ബാഹ്യതമ ഇലക്ട്രോണുകളിൽ മേലുള്ള ആകർഷണ ബലം കൂടുമോ അതോ കുറയുമോ? എങ്കിൽ അയോണീകരണ ഊർജ്ജത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്? അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുന്നു. ഓക്കെ, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയോണീകരണ ഊർജ്ജം കുറയുന്നു. ഓക്കെ, ആറ്റത്തിൻ്റെ വലുപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലുപ്പം കൂടുന്നതിനാൽ അയോണീകരണ ഊർജ്ജം കുറയുന്നു നമ്മൾ പറഞ്ഞു. അതനുസരിച്ച് പോസിറ്റീവ് അയോൺ ഉണ്ടാകാനുള്ള പ്രവണത കൂടുന്നു. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തേക്ക് ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതിനാൽ അയോണീകരണ ഊർജ്ജം കൂടുന്നു. പോസിറ്റീവ് അയോൺ ഉണ്ടാവാനുള്ള പ്രവണത കുറയുന്നു. അപ്പോൾ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ, മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ വലിപ്പം കൂടും. അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജ്ജം കുറയും. ഇനി ഇങ്ങോട്ട്, അതായത് പീരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ വലുപ്പം കുറയും. അതുകൊണ്ട് തന്നെ അയോണീകരണ ഊർജ്ജം എന്ത് ചെയ്യുന്നു? കൂടുകയാണ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. അടുത്തത് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്ത് പോസിറ്റീവ് അയോണുകളായി മാറുന്നതിനാൽ ലോഹങ്ങളെ ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണുകൾ സ്വീകരിച്ച് നെഗറ്റീവ് അയോണുകളായിട്ട് മാറുന്നതിനാൽ അലോഹങ്ങളെ ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്ന് പറയുന്നു. ഇലക്ട്രോ നെഗറ്റീവ് നമ്മൾ പറഞ്ഞു നേരത്തെ, സോഡിയം എന്ത് ചെയ്യുകയാണ്? ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ്. അതുകൊണ്ട് സോഡിയം പ്ലസ് അയോണായിട്ട് മാറും അല്ലേ. ക്ലോറിൻ സ്വീകരിക്കുന്നത് കൊണ്ട് ക്ലോറിൻ മൈനസ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ സോഡിയം എന്ന് പറയുന്നത് എന്ത് ചെയ്യുകയാണ്? വിട്ടുകൊടുക്കുകയാണ്. ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് പോസിറ്റീവ് അയോണായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഈ ലോഹങ്ങളെ എന്ത് വിളിക്കുന്നു? ഇലക്ട്രോ പോസിറ്റീവ് മൂലകങ്ങൾ എന്ന് വിളിക്കുന്നു. ഇവിടെ ക്ലോറിൻ എന്ത് ചെയ്യുകയാണ്? ഇലക്ട്രോൺ സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അയോണുകളായിട്ട് മാറുന്നത് കൊണ്ട് അലോഹങ്ങളെ എന്ത് വിളിക്കുന്നു? ഇലക്ട്രോ നെഗറ്റീവ് മൂലകങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് ഉപലോഹങ്ങൾ അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് ആണ്. ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം പ്രദർശിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഉപലോഹങ്ങൾ. ഇടയ്ക്ക് വരുന്ന ആളാണ് അല്ലേ. ലോഹങ്ങളുടെ സ്വഭാവം ഉണ്ടാവും, അലോഹങ്ങളുടെയും, രണ്ടിൻ്റെയും സ്വഭാവം മിക്സ്ഡ് ആയിട്ടുള്ളതിനെയാണ് ഉപലോഹങ്ങൾ എന്ന് പറയുക. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവ ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. അപ്പോൾ ഉപലോഹങ്ങൾക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവയാണ് ഉപലോഹങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് വരുന്നതിനനുസരിച്ച് ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യും? കൂടും. ആറ്റത്തിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. ലോഹ സ്വഭാവം എങ്ങനെയാണ്? അലോഹ സ്വഭാവം എങ്ങനെയാണ്? അയോണീകരണ ഊർജ്ജം എങ്ങനെയാണ്? ആറ്റത്തിൻ്റെ വലിപ്പം കൂടുമ്പോൾ അയോണീകരണ ഊർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നോക്കാം.
ഇതാണ് 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഇപ്പം നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അത് അറിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നോക്കുക, ഒരു മൂലകത്തിൻ്റെ അറ്റോമിക നമ്പർ അറിയാമെങ്കിൽ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ സ്ഥാനവും സ്വഭാവവും നിർണ്ണയിക്കാം. നമ്മൾ പഠിച്ചു അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുക, സോഡിയത്തിൻ്റെ അറ്റോമിക നമ്പർ 11 ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 281. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗ്രൂപ്പ് നമ്പറും അറിയാം, പീരീഡ് നമ്പറും അറിയാം. ഗ്രൂപ്പ് നമ്പർ എങ്ങനെയാണ് പറയുന്നത്? ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ നോക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പ് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ 281 എന്ന് പറയുമ്പോൾ ബാഹ്യതമ ഷെല്ലിൽ വരുന്ന ഇലക്ട്രോൺ എത്രയാണ്? 1. അതുകൊണ്ട് ഗ്രൂപ്പ് നമ്പർ 1. പീരീഡ് നമ്പർ എങ്ങനെയാണ് അറിയുക? നമ്മൾ നേരത്തെ പഠിച്ചു. പീരീഡ് നമ്പർ അറിയണമെങ്കിൽ ഷെല്ലുകളുടെ എണ്ണം നോക്കിയാൽ മതി. ഇവിടെ എത്ര ഷെല്ലുണ്ട്? 281 എന്ന് പറയുമ്പോൾ 3 ഷെല്ലുണ്ട് അല്ലേ? അപ്പോൾ പീരീഡ് നമ്പർ എത്രയാണ്? 3. പീരീഡ് നമ്പർ 3, ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 1 വരിക. 1ാം ഗ്രൂപ്പിൽ വരുന്ന ഈ മൂലകം ലോഹമാകാനാണോ അലോഹമാകാനാണോ സാധ്യത? ലോഹം അല്ലേ? 1ാം ഗ്രൂപ്പിലുള്ളത് നമ്മൾ പറഞ്ഞു ആൽക്കലൈൻ ലോഹങ്ങളാണ്, ആൽക്കലി ലോഹങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ലോഹമാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, ഇത്തരത്തിൽ മൂലകങ്ങളുടെ ഗുണങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യാനും പ്രവചിക്കുവാനും കഴിയുന്ന തരത്തിലാണ് ഈ ടേബിളിൽ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ മൂലക സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിന്റെ അടിസ്ഥാനം അവയുടെ ആറ്റം ഘടനയാണ്. പീരിയോഡിക് ടേബിൾ മൂലകങ്ങളുടെ സ്വഭാവങ്ങളുടെ ക്രമാവർത്തനത്തിന്റെ അടിസ്ഥാനം എന്താണ്? അവയുടെ ആറ്റം ഘടനയാണ്. ആറ്റത്തെക്കുറിച്ചുള്ള നൂതനമായ അറിവുകൾ പീരിയോഡിക് ടേബിളുമായി എങ്ങനെ ബന്ധപ്പെടുന്നുവെന്ന് നോക്കാം. വിവിധ ആറ്റം മാതൃകകളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ബോർ മാതൃക പ്രകാരം ആറ്റത്തിനുള്ളിലെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വിവിധ ഷെല്ലുകളിലാണ് ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ് ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും എന്ന് പറയുന്ന ചാപ്റ്ററിൽ. ഊർജ്ജനില കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് എന്നും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യും. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടുന്നു, ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഇവിടെ ലിഥിയത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2, 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഡിയം, ആർഗോൺ എന്നിവയുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ എഴുതിയതേ ഉള്ളൂ അല്ലേ? സോഡിയത്തിൻ്റെ 2, 8, 1, 2, 8, 1. ദെൻ ആർഗൺ 18, അപ്പോൾ 2, 8, 8 വരിക. ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്കറിയാലോ. ഇനി ഇവിടെ നോക്കുക, സബ് ഷെല്ലുകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സബ് ഷെല്ലുകൾക്ക് SPDF എന്ന പേര് കൊടുത്തിരിക്കുന്നത് മൂലകങ്ങളുടെ ആറ്റോമിക ഘടനയുമായി ബന്ധപ്പെട്ട ചില സവിശേഷതകൾ സൂചിപ്പിക്കുന്ന വാക്കുകളിൽ നിന്നാണ്. എസ് എന്ന് പറയുമ്പോൾ ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. ആറ്റം ഘടനയെ സംബന്ധിച്ച ആധുനിക സിദ്ധാന്ത പ്രകാരം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത്. പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ ഉപ ഊർജ്ജ നിലകൾ ഉണ്ട്, അതായത് സബ്ഷെൽസ് ഉണ്ട്. ഈ ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളുണ്ട്. ഇവയാണ് ഓർബിറ്റലുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ്? ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ത്രിമാന മേഖലയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രധാന ഊർജ്ജ നിലകളിൽ തന്നെ എന്തുണ്ട്? സബ്ഷെൽസ് ഉണ്ട്, ഉപ ഊർജ്ജ നിലകളുണ്ട്. ഈ സബ്ഷെൽസിൽ ഇലക്ട്രോൺസ് കാണപ്പെടാൻ സാധ്യത ഉള്ള മേഖലകൾ ഏതാണോ അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഉപ ഊർജ്ജ നിലകളിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളെയാണ് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2. ഓക്കെ, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. എസ് സബ്ഷെല്ലിൽ ഇത്തരത്തിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിന് ഗോളാകൃതിയാണ്. എസ് സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. ഇതിനെന്താണ്? ഗോളാകൃതിയാണ്. പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ ഉണ്ടായിരിക്കും. ഇതിന് ഡംബലിൻ്റെ ആകൃതിയാണ്. പിയിൽ 3 ഉണ്ടാകും. ഇതിന് ഡംബൽ എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ആകൃതി ആയിരിക്കും. ഓക്കെ, ഡി സബ്ഷെല്ലുകളിൽ 5 ഓർബിറ്റലുകളും എഫ് സബ്ഷെല്ലിൽ 7 ഓർബിറ്റലുകളുമുണ്ട്. ഈ ഓർബിറ്റലുകളുടെ ആകൃതിയും എന്താണ്? സങ്കീർണമാണ്. എസ് സബ്ഷെൽ എന്ന് പറയുമ്പോൾ സർക്കിൾ ഷേപ്പിലാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതേ കിടക്കുന്നു. ഓക്കെ, പി എന്ന് പറയുന്നത് നോക്കുക, ഡംബൽ ഷേപ്പിലാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമ്മൾ മൂലകങ്ങളുടെ എന്ത് എഴുതിയിട്ടുണ്ട്? ഷെല്ലിൽ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം കെ ഷെല്ലിൽ എത്രയാണ്, എല്ലിൽ എത്രയാണ്, എമ്മിൽ എത്രയാണെന്നുള്ളത് ടേബിൾ നമ്മൾ എഴുതി അല്ലേ? ആർഗണിൻ്റെ ബാഹ്യതമ ഷെല്ലായ എമ്മിൽ എത്ര ഇലക്ട്രോണുകളാണുള്ളത്? എത്രയാണ്? 2, 8, 8 എന്നാണ്. അപ്പോൾ ബാഹ്യതമ ഷെല്ലിൽ എത്രയുണ്ട്? 8 ഇലക്ട്രോൺ ആണ് ഉള്ളത്.
എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്താണ്? 2n² എന്ന് പറഞ്ഞിട്ടല്ലേ. അതായത് 2 × n എന്ന് പറയുന്നത് എന്താണ്? n എന്ന് പറയുന്നത് ഷെല്ലുകളുടെ എണ്ണമാണ് അല്ലേ. അപ്പോൾ ഇവിടെ മൂന്നാമത് m എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ലാണ്. സോ m² 3² അല്ലേ. 3² എത്രയാണ്? 9. 9 × 2 എത്രയാണ്? 18. അപ്പോൾ എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 18 ആണ്. ഓക്കെ, അത് നമുക്കറിയാം, ഇക്വേഷൻ പഠിച്ചതാണ്. ആർഗോണിൻ്റെ അടുത്ത മൂലകമായ പൊട്ടാസ്യത്തിൽ ആർഗോണിനേക്കാൾ ഒരു ഇലക്ട്രോൺ ആണ് കൂടുതലുള്ളത്. പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 2 8 8 1 ആണ്. മൂന്നാമത്തെ ഷെല്ലിന് ഇനിയും 10 ഇലക്ട്രോണുകൾ കൂടി വേണം അല്ലേ. നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ ഷെല്ലിൽ എത്രയാണ്? 18 ആണ് പരമാവധി ഉൾക്കൊള്ളുക. ഇവിടെ 2 8 8 എന്ന് പറയുമ്പോൾ 8 ഇലക്ട്രോൺ ആണ് മൂന്നാമത് വരുന്നത്. അപ്പോൾ എന്താണ്? 10 ഇലക്ട്രോണുകൾ കൂടി വേണം അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലിന് ഇനിയും 10 ഇലക്ട്രോണുകൾ കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടെന്നിരിക്കെ എന്തുകൊണ്ടായിരിക്കാം പൊട്ടാസ്യത്തിലെ അവസാനത്തെ ഇലക്ട്രോണുകൾ മൂന്നാമത്തെ ഷെല്ലിൽ നിറയാതെ നാലാമത്തെ ഷെല്ലിൽ പോയത് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഒന്നുകൂടെ പറയാം, ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാക്കുക, നോക്കുക. അതായത് ഇവിടെ നോക്കുക, പൊട്ടാസ്യം കൊടുത്തിട്ടുണ്ട് 2 8 8 1 ഇലക്ട്രോൺ വിന്യാസമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു എന്ത്? ഒരു ആറ്റത്തിൽ പരമാവധി ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ഉൾക്കൊള്ളുന്നതിന് ശേഷം മാത്രമാണ് അടുത്ത ഷെല്ലിലോട്ട് ഇലക്ട്രോണുകൾ പോവാൻ പാടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പൊട്ടാസ്യത്തിൻ്റെ 2 8 8 1 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 8 മൂന്നാമത്തെ ഷെല്ലിൽ എം ഷെല്ലിൽ പരമാവധി എത്ര ഉൾക്കൊള്ളാം? 2 8 ഇവിടെ 18 വരെ ഉൾക്കൊള്ളാം. പക്ഷേ ഇവിടെ 18 കൊടുത്തിട്ടുണ്ടോ? ഇല്ല. 8 കൊടുത്തിട്ട് ബാക്കി 1 അപ്പുറത്തോട്ടാണ് പോയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 18 വരെ ഉൾക്കൊള്ളാലോ, അതുകൊണ്ട് തന്നെ 2 8 9 എന്ന് എഴുതിക്കൂടെ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. നമ്മൾ അങ്ങനെയാണ് പറഞ്ഞത് മുന്നേ അല്ലേ. പരമാവധി ഇലക്ട്രോണുകൾ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഉൾപ്പെടുത്തി ബാക്കിയുള്ളത് അടുത്ത ഷെല്ലിലോട്ട് പോകും. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആറ്റത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് തുടർച്ചയും വളർച്ചയും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആറ്റം ഘടനയെക്കുറിച്ചുള്ള ലളിതമായ വിശദീകരണമാണ് എന്ത്? ബോർ മാതൃക. ആറ്റത്തിൽ ഇലക്ട്രോണുകളുടെ സ്ഥാനവും സ്വഭാവവുമായി ബന്ധപ്പെട്ട് തുടർന്ന് നടത്തിയ പഠനങ്ങളിൽ ബോർ മാതൃകയുടെ പരിമിതി ബോധ്യപ്പെടുകയും പുതിയ പരികൽപ്പനകൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത് പ്രകാരം ഓരോ ഊർജ്ജ നിലകളിലുള്ള ഇലക്ട്രോണുകൾ അതിലെ ഉപ ഊർജ്ജ നിലകളിലാണ് വിന്യസിച്ചിരിക്കുന്നത്. ഓരോ ഷെല്ലിലുമുള്ള ഉപ ഊർജ്ജ നിലകളെ സബ് ഷെല്ലുകൾ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ്? എസ് പി ഡി എഫ് എന്നിങ്ങനെ ക്രമത്തിൽ നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കെ ഒഴികെയുള്ള എല്ലാ മുഖ്യ ഊർജ്ജ നിലകളിലും ഒന്നിലധികം എന്തുണ്ട്? സബ് ഷെല്ലുകൾ ഉണ്ട്. അപ്പം കെയിൽ ഇത്തരത്തിലുള്ള ഒരു ഊർജ്ജ നില മാത്രമേ ഉള്ളൂ. ഓരോ ഊർജ്ജ നിലയിലും അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായിട്ടുള്ള എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. ഓർത്തു വയ്ക്കുക, ഓരോ ഊർജ്ജ നിലയിലും എന്താണ്? അതിൻ്റെ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണോ അതിന് തുല്യമായിട്ടുള്ള എണ്ണം സബ് ഷെല്ലുകളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള കെ എന്ന് പറയുന്നത് ഷെല്ലിൽ 1, അടുത്ത ഷെല്ലായിട്ടുള്ള എല്ലിൽ എത്രയാണ്? ഷെല്ലിൽ 2, എം എൻ ഷെല്ലുകളിൽ സബ് ഷെല്ലുകളുടെ എണ്ണം അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്, ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ എത്രയാണ് എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഓരോ ഊർജ്ജ നിലയിലും അതിൻ്റെ ഷെല്ലിൻ്റെ ക്രമ നമ്പറിന് തുല്യമായിട്ടുള്ള സബ് ഷെല്ലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കെ എൽ എം എൻ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇവിടെ നമുക്കറിയാം കെ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ അവിടെ ഒരു സബ് ഷെല്ലായിരിക്കും. എൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആയതുകൊണ്ട് 2 സബ് ഷെൽ ഉണ്ടാവും. എം എന്ന് പറയുന്നത് മൂന്നാമത്തെ ആയതുകൊണ്ട് 3 സബ് ഷെൽ ഉണ്ടാവും. എൻ എന്ന് പറയുന്നത് നാലാമത്തെ ആയതുകൊണ്ട് 4 സബ് ഷെൽ ഉണ്ടാവും. ഓക്കെ, ഇവിടെ കിടക്കുന്നുണ്ടോ? ഷെൽ നമ്പർ 1 ആണ് സബ് ഷെല്ല് എസ്. ഷെൽ നമ്പർ 2 ആകുമ്പോൾ 2 ഉണ്ടാവും, എസും പിയും. അടുത്ത 3 ആകുമ്പോൾ എസും പിയും ഡിയും. 4 ആകുമ്പോഴത്തേനും എസ് പി ഡി എഫ്. ഓക്കെ, അപ്പോൾ ഷെൽ നമ്പറിനനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക? സബ് ഷെൽ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നോക്കുക, എല്ലാ ഷെല്ലുകളിലുമുള്ള പൊതുവായ സബ് ഷെൽ ഏതാണ്? പൊതുവായത് ഏതാണ്? എല്ലായിടത്തും ഉള്ളത് എസ് അല്ലേ. എസ് എല്ലായിടത്തും ഉണ്ട്. എസ്, എസ് പി, എസ് പി ഡി, എസ് പി ഡി എഫ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാ ഷെല്ലുകളിലും പൊതുവായിട്ടുള്ള സബ് ഷെൽ ഏതാണ്? എസ് ആണ്. ഓരോ സബ് ഷെല്ലും ഏത് ഷെല്ലിലേതാണ് എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഷെല്ലിൻ്റെ ക്രമ നമ്പർ കൂടി ചേർത്താലോ? ഉദാഹരണത്തിന് ഒന്നാം ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ സൂചിപ്പിക്കാനായിട്ട് 1s എന്നും രണ്ടാം ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ 2s എന്നിങ്ങനെ, അതായത്
എസ് എന്ന് പറയുന്നത് എല്ലായിടത്തും കോമൺ ആണ്. അപ്പോൾ അത് ഏതിലെയാണ്, ഏത് ഷെല്ലിലെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ സബ് ഷെല്ലുകളുടെ കൂടെ അത് ഏത് ഷെല്ലിലാണ് എന്നുള്ളതും കൂടെ നമ്പർ ചേർത്ത് എഴുതുന്നു. അതായത് 1s എന്ന് പറയുമ്പോഴത്തേനും അതെന്തായി, ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ് എന്നുള്ളതാണ് 1s എന്ന് പറയുന്നത്. ഇനി 2s ആണെങ്കിലോ രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ് എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1s സബ് ഷെല്ലുകൾ, ഇവിടെയോ ഇവിടെ 2s, ഇവിടെ 2p അല്ലേ, രണ്ടാമത്തെ സബ് ഷെല്ലിലെ എസ് ആണ്, രണ്ടാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെല്ലാണ്. അപ്പോൾ 2s 2p. ഇനി ഇവിടെയാണെങ്കിലോ 3s 3p 3d. അത് കഴിഞ്ഞ് ഇവിടെ 4s 4p 4d 4f. ഓക്കെ, അപ്പോൾ അതാത് ഷെല്ലിൻ്റെ നമ്പർ ഫ്രണ്ടിൽ കൊടുക്കുന്നു. ഇനി നോക്കാം സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഓരോ ഷെല്ലിലുമുള്ള സബ് ഷെല്ലുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പട്ടിക നോക്കി മനസ്സിലാക്കി. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. കെയിൽ 2 ആണ്, എല്ലിൽ എത്രയാണ്, 8 ആണ്, എമ്മിൽ 18 ആണ്, അത് നമുക്കറിയാം. എങ്കിൽ ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം അതുപോലെ തന്നെ ഉണ്ട്, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണെന്നുള്ളതുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഇനി ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. നോക്കുക, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ നോക്കുക 2, 8, 18, 32, അത് നമുക്കറിയാം. ഇനി സബ് ഷെല്ലുകളിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ നോക്കുക, ഓരോ സബ് ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇവിടെ കോളം ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോളം പഠിച്ചു വെക്കുക. എസ് സബ് ഷെല്ലിൽ വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 2, പിയിൽ പരമാവധി 6, ഡിയിൽ 10, എഫിൽ 14. ഓക്കെ, 2, 6, 10, 14 ഇങ്ങനെയാണ് വരുന്നത്. എസ് പി ഡി എഫ് 2, 6, 10, 14 ഇത് പഠിച്ചു വയ്ക്കാം. അടുത്തത് സബ് ഷെല്ലിലെ ഇലക്ട്രോൺ പൂരണം. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകളുടെ നിറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഉദാഹരണത്തിന് കാർബണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ പഠിച്ചു 2, 4 ആണ്. ആദ്യത്തെ 2 ഇലക്ട്രോൺ ഊർജം കുറഞ്ഞ കെ ഷെല്ലിലും ബാക്കി 4 ഇലക്ട്രോൺ എവിടെയാണ്, ഊർജം കൂടിയ എൽ ഷെല്ലിലുമായിരിക്കും നിറയുന്നത്. ഇതുപോലെ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നു. ഇതിനെയാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോക്കുക, സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാനായിട്ട് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. മൂലക ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അതിൻ്റെ അറ്റോമിക നമ്പറിന് സമമാണ്. നമ്മൾ പഠിച്ചു അല്ലേ, ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അറ്റോമിക നമ്പറിന് സമമാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും, 1 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ വന്നു ചേരുന്നത്, ഒരെണ്ണയാണ് ഉള്ളത്. അപ്പോൾ കെ ഷെല്ലിലായിരിക്കും വരിക. ഏത് സബ് ഷെല്ലിലായിരിക്കും, ഒന്നാമത്തെ ഷെല്ലിലാണ്. അപ്പോൾ സബ് ഷെൽ എന്ന് പറയുന്നത് അത് ഒന്നാമത്തെയാണ്, അപ്പോൾ എസ്സിലാണ് വരിക അല്ലേ. അപ്പോൾ 1s ഹൈഡ്രജൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എന്താണ്, 1 അല്ലേ. ഒന്നാമത്തെ ഷെല്ലിലാണ്, അപ്പോൾ ഒന്നാമത്തെ സബ് ഷെല്ലാണ് എസ്, അതിൽ 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അപ്പോൾ 1s1 എന്നാണ് ഇത് വായിക്കേണ്ടത്. ഓക്കെ, 1s1 എന്നാണ് വായിക്കേണ്ടത്. ഇനി ഹീലിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്, ഹീലിയത്തിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് നമുക്കറിയാം 2 ആണ് അല്ലേ. ഹീലിയത്തിൻ്റെ ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതും ഏതിലാണ് വരിക, ഒന്നാമത്തെ ഷെല്ലിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ആണ്. അപ്പോൾ 1 സബ് ഷെൽ ഏതാണ്, എസ് ആണ്. 2 ഇലക്ട്രോണുകൾ ആയതുകൊണ്ട് 2 ആണ്. അപ്പോൾ 1s2 എന്നാണ് നമ്മൾ വായിക്കുക. ഇനി ലിഥിയത്തിൻ്റെ ആകുമ്പോഴത്തേനും 3 ഇലക്ട്രോൺ ആകും അല്ലേ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ലിഥിയത്തിൻ്റെ 3 ഇലക്ട്രോണുകളാണ് അല്ലേ. ലിഥിയത്തിന് 3 ഇലക്ട്രോണുകളാണ്. പക്ഷേ നമുക്കത് ഒന്നാമത്തെ ഇതിൽ സബ് ഷെൽ എസ് 3 1s3 എന്ന് എഴുതാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താണ്, എസ് സബ് ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് 1s3 എന്ന് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 1s കൊള്ളുന്ന പരമാവധി 2 ആണ്. ബാക്കി ഒരെണ്ണം എങ്ങോട്ട് പോകും, അടുത്ത ഷെല്ലിലോട്ട് പോകും. അടുത്ത ഷെല്ലെന്ന് പറയുമ്പോൾ 2s മുകളിലൊരു 1. ഓക്കെ, അപ്പോൾ 1s2 2s1 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ 1s2 2s1 എന്നുള്ളതാണ് ലിഥിയത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഓക്കെ ആണല്ലോ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യം നമ്മൾ ഹൈഡ്രജൻ്റെ 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് ഒന്നാമത്തെ ഷെല്ലിൽ ഒന്നാമത്തെ സബ് ഷെൽ 1s1 എന്നുള്ളത് നമ്മൾ എഴുതി. ഹൈഡ്രജൻ്റെ എന്താണ്
ഒന്നാമത്തെ ഇലക്ട്രോണുകളുടെ എണ്ണം 1 ഷെല്ല് 1 അപ്പോൾ 1s1 എന്ന് എഴുതി. ലിഥിയത്തിൻ്റെ ആകുമ്പോഴത്തേനും ഇലക്ട്രോണുകളുടെ എണ്ണം 2 സോ നമ്മൾ 1s2 എന്ന് എഴുതി. ലിഥിയത്തിൻ്റെ ആകുമ്പോഴേക്കും ഇലക്ട്രോണുകളുടെ എണ്ണം 3 3 എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും 1s3 എന്ന് എഴുതാൻ പറ്റില്ല, കാരണം എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. സോ 1s2 കഴിഞ്ഞ് ബാക്കിയുള്ള ഒരെണ്ണം അടുത്ത ഷെല്ലിലോട്ട് പോകണം, 2s1. ഇതാണ് ലിഥിയത്തിൻ്റെ. ഇനി അതുപോലെ തന്നെ ബെറീലിയത്തിൻ്റെയാണ് അടുത്തത് എഴുതിയിരിക്കുന്നത്. ബെറീലിയത്തിൻ്റെ എത്രയാണ്? 4 ആണ്. സോ നമ്മൾ എഴുതുമ്പോൾ 1s2 അല്ലേ, 1s2 രണ്ടെണ്ണം ഇതിൽ നിറഞ്ഞു, അടുത്തതിൽ 2s2 1s2 2s2 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? ബെറീലിയം 4 ആയി. അടുത്തത് ബോറോൺ 5. ബോറോൺ 5 ആകുമ്പോൾ എന്ത് ചെയ്യാം? 1s2 2s2 എസ്സിൽ പരമാവധി 2 ആണ്. അപ്പോൾ 2 2 4, ബാക്കി എത്രയാണ്? 5 ആവണമെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അത് എവിടേക്ക് പോകും? അടുത്ത ഷെല്ലിലോട്ട് പോകും അല്ലേ, 3p അല്ലേ, സോറി 3p അല്ല 2p അല്ലേ, 1s2 2s2 then 2p ആണ് വരിക, 2p1. ബാക്കിയുള്ള ഒരെണ്ണം അങ്ങോട്ട് പോകും അല്ലേ. അപ്പോൾ 1s2 2s2 2p1 എന്ന് വരും. അപ്പോൾ ബോറോൺ 5 ഇലക്ട്രോൺ കംപ്ലീറ്റഡ് ആയി. അടുത്തത് കാർബൺ. കാർബൺ അതുപോലെ നമ്മൾ എഴുതുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 1s2 2s2 2 2 4, ബാക്കി 2 എണ്ണം ഉണ്ട്, അപ്പോൾ 2p2 അല്ലേ. അപ്പോൾ ഓരോ സബ്ഷെല്ലിലും കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ അറിഞ്ഞാലാണ് ഈ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പർ നെയിം നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ഷെല്ലിൽ രണ്ടാമത്തെ ഷെല്ലിൽ. അപ്പോൾ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ എന്താണ്? ഷെൽ നമ്പറാണ്. വലതുവശത്ത് മുകളിലെ സംഖ്യ എന്താണ്? ഇലക്ട്രോണുകളുടെ എണ്ണമാണ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഹൈഡ്രജനിൽ 1 ഇലക്ട്രോൺ ആയതുകൊണ്ട് നമ്മൾ മുകളിൽ 1 എഴുതി, ഹീലിയത്തിൽ 2 ഇലക്ട്രോൺ ആയതുകൊണ്ട് നമ്മൾ 2 എന്ന് എഴുതി അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതിയത്. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണമാണ് മുകളിൽ സൂചിപ്പിക്കുന്നത്, ഇടതുവശത്ത് സൂചിപ്പിക്കുന്നത് ഷെൽ നമ്പറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ സബ്ഷെല്ലിൽ ഓരോ സബ്ഷെല്ലിലും എത്രത്തോളം ഇലക്ട്രോൺസ് ആണ് കൊള്ളാൻ പറ്റുക? എസ്സിൽ 2 ആണ്, പിയിൽ 6 ആണ്, ഡിയിൽ 10 ആണ്, എഫിൽ 14. ഓക്കെ, അപ്പോൾ 2 6 10 14 അത് നമ്മൾ അറിഞ്ഞിരിക്കാം. 2 6 10 14 ഇങ്ങനെയാണ്. അപ്പോൾ അത് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എഴുതാനായിട്ട് ഈസിയാണ്. ഇവിടെ നോക്കുക, നൈട്രജൻ 7 ആണ്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ വിന്യാസം നോക്കുക, 1s2 2s2, അപ്പോൾ 2 2 4 ആയി, ബാക്കി 3 എണ്ണം ഇവിടെ 2p3. അടുത്ത എഫ് 9 ആണ്. അപ്പോൾ ഇവിടെ എത്ര വരും? 1s2 അല്ലേ, ആദ്യത്തേൽ 2 ആണ്, എസിൻ്റെ പരമാവധി ഇലക്ട്രോൺ 2 ആണ്, ദെൻ 2s2 2 2 4 ആയി, ബാക്കി എത്രയുണ്ട്? 2p5. ബാക്കി 5ഉം നമുക്ക് എവിടെ ഉൾപ്പെടുത്താം? പിയിൽ ഉൾപ്പെടുത്താം. കാരണം എന്താണ്? പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ വരെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ 1s2 2s2 2p5 എന്നാണ് വരിക. ഓക്കെ, ഫില്ല് ചെയ്യുക കേട്ടോ. അടുത്തത് സോഡിയം ആണ്. സോഡിയം 11 അല്ലേ, 11 ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 1s2 2s2 അത് 2 നമ്മൾ എഴുതി. ഇനി 11 ആയതുകൊണ്ട് ഇവിടെ 4 ആയിട്ടുള്ളൂ, ബാക്കി അപ്പോൾ പിയിൽ എത്ര എണ്ണമാണ് പരമാവധി ഇലക്ട്രോൺ? 6 ആണ്. അപ്പോൾ 2p6 അവിടെ കംപ്ലീറ്റ് ആയിട്ട് എഴുതി. അപ്പോൾ 2 2 4 6 10 ആയി, ബാക്കി ഒരെണ്ണം എങ്ങോട്ട് പോകും? അടുത്ത ഷെല്ലിലോട്ട്, 3s1 പോകും. 1s2 2s2 2p6 3s1, അപ്പോൾ 11 ആയി. ഓക്കെ, ഇനി അടുത്തത് അലൂമിനിയം. അലൂമിനിയം 13 ആണ്. അപ്പോൾ എങ്ങനെ വരും? 1s2 2s2 2p6 എത്രയായി? 6 2 8 2 10. ഇനി ബാക്കി 3 ആണ് ഉള്ളത് അല്ലേ, 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ 3sൽ എത്രയേ പറ്റുള്ളൂ? 3 എണ്ണം ഉണ്ട്, അത് 3 മുഴുവൻ എഴുതാൻ പറ്റുമോ? ഇല്ല, എക്സെപ്ഷനിൽ എത്രയേ പറ്റുള്ളൂ? 2 ഇലക്ട്രോണേ പറ്റുള്ളൂ. അപ്പോൾ 3s2 എന്ന് നമ്മൾ എഴുതി. എസ്സിൽ പരമാവധി 2 ഇലക്ട്രോൺ, ബാക്കി 1 ഉണ്ട്, അത് പിയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ 1s2 2s2 2p6 3s2 3p1. എന്തുകൊണ്ടാണ്? എസ്സിൽ നമുക്ക് പരമാവധി 2 ഇലക്ട്രോണേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്തത് ക്ലോറിൻ. ക്ലോറിൻ്റെ നമുക്ക് എഴുതി നോക്കാം, 17 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം 1s2 2s2 എന്നെഴുതി, ദെൻ 2p6 എഴുതി. അപ്പോൾ എത്രയായി? 6 2 8 8 2 10 ആയി. ഇനി ബാക്കി 7 ഉണ്ട് അല്ലേ, 7 ഉണ്ട്. അപ്പോൾ 2p കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആരാണ്? 3s2 എസ്സിൽ 2 പറ്റുള്ളൂ. അപ്പോൾ 3s2 എഴുതി. അപ്പോൾ എത്രയായി? 10 2 12, ബാക്കി 5 ഉണ്ട്, അത് എങ്ങോട്ട് പോകും? 3p5 പോകും. ഓക്കെ, അപ്പോൾ 1s2 2s2 2p6 3s2 3p5. ഓക്കെ, 17 ക്ലോറിൻ്റെ കിട്ടി. അടുത്തത് 18 ആർഗണിൻ്റെ ആകുമ്പോഴത്തേനും എങ്ങനെ വരും? 1s2 2s2 2p6 അല്ലേ.
അപ്പോൾ 6 2 8 2 10. ഇനി 8 ഉണ്ട് അല്ലേ. അപ്പോൾ 3s2 എഴുതി. ബാക്കി എത്രയുണ്ട്? 2 പോയി കഴിഞ്ഞാൽ 6 ഉണ്ട്. അപ്പോൾ അത് എവിടേക്ക് പോകും? 3p6. ഓക്കെ, പിയിൽ 6 ഉൾക്കൊള്ളാമല്ലോ, അതുകൊണ്ട് 3p6 വരെ. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 എന്നുള്ളതാണ് ആർഗണിൻ്റേത് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുന്നത്. അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെയാണ് അറ്റോമിക നമ്പർ 19 ആയിട്ടുള്ള പൊട്ടാസ്യത്തിൻ്റെ കാര്യം. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെ നോക്കുക, ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓരോ ഷെല്ല് ഇവിടെ തന്നിട്ടുണ്ട്, അവിടെ ഊർജ്ജം തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ഷെല്ല് കഴിയുന്തോറും ഊർജ്ജം കൂടി വരികയാണ്. അപ്പോൾ ഊർജ്ജം കൂടുന്ന ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ഊർജ്ജം ആർക്കാണ്? 1s-നാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞ് 2s-ഉം 2p-യും ഒരേ ഊർജ്ജമാണ്. ദെൻ 3s-ഉം 3p-യും. അത് കഴിഞ്ഞ് 4s, ദെൻ 3d, പിന്നെ 4p. അത് പോയിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. 1s 2s 2p 3s എന്ത് ചെയ്യുക? 3p അല്ലേ. ഇവിടെ 3p എന്ന് എഴുതാം. 3s 3p. അത് കഴിഞ്ഞ് ആരാണ് വരിക? 4s ആണ് വരിക. 4s 3p 4s. അത് കഴിഞ്ഞ് 3d അത് കഴിഞ്ഞ് 4p. ഇങ്ങനെയാണ് വരുന്നത്. എനർജീനനുസരിച്ച്, ഊർജ്ജത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? കുറയുന്നതിൽ നിന്ന് കൂടുതലോട്ട് എഴുതുവാണ്. അപ്പോൾ 1s 2s 2p 3s 3p 4s 3d 4p. ഓക്കെ, 4s കഴിഞ്ഞ് 3d ആണ് വരുന്നത് കേട്ടോ, അത് മാറിപ്പോവരുത്. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, 1s 2s 2p 3s 3p 4s 3d കഴിഞ്ഞിട്ടാണ് 4p വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊട്ടാസ്യത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 3dയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. പൊട്ടാസ്യത്തിൻ്റെ എത്രയാണ്? 19 ആണ് എന്ന് നമുക്ക് അറിയാം അല്ലേ. അറ്റോമിക നമ്പർ എത്രയാണ് പൊട്ടാസ്യത്തിൻ്റെ? 19 ആണ്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഓക്കെ, 19 വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പം നമ്മൾ എഴുതിയതുപോലെ തന്നെ 1s2 2s2 2p6. അപ്പോൾ 6 2 8 2 10 ആയി. ഇനി എത്ര വരണം? 9 എണ്ണം വരണം അല്ലേ. അപ്പോൾ 1s2 2s2 2p6. അടുത്തത് 3s2 എഴുതി. ഇനി എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട് അല്ലേ. 6 2 8 2 10 2 12. ഇനി 19 ആവണമെങ്കിൽ 7 എണ്ണം വേണം. പക്ഷെ നമ്മുടെ അടുത്തത് 3s കഴിഞ്ഞാൽ 3p ആണ്. 3pയിൽ നമുക്ക് എത്ര എഴുതാൻ പാടില്ല? 3pയിൽ നമുക്ക് 6 പാടുള്ളൂ, 7 എഴുതാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 6 എഴുതി. അപ്പോൾ എത്രയായി? 2 4 6 10 12 6 18. ഇനി ഒരെണ്ണം ഉണ്ട്. അപ്പോൾ 3p6 കഴിഞ്ഞിട്ട് അടുത്ത ആൾ ആരാണ്? 4s ആണ് വരുന്നത് അല്ലേ. ഇപ്പോൾ 4s 1. അപ്പോൾ ഇങ്ങനെയാണ് എനർജി ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ എഴുതുക. അല്ലാതെ 3p6 കഴിഞ്ഞ് 3d എഴുതാൻ പാടോ? ഇല്ല. എനർജി ലെവൽ 3dയേക്കാൾ ഊർജ്ജം കുറവ് 4s-നായതുകൊണ്ട് തന്നെ 4s ആണ് വരിക. അപ്പോൾ 3p6 കഴിഞ്ഞ് 4s1 എന്നുള്ളത് വരും. ഓക്കെ ആണല്ലോ. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എഴുതി ശീലിക്കുക. ഓക്കെ, അടുത്തത് സ്കാൻഡിയത്തിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് നോക്കുക. അറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ആ മൂലകത്തിന് തൊട്ടു മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ച് തുടർന്നുള്ള സബ്ഷെൽ വിന്യാസം മാത്രം എഴുതിയാൽ മതിയാകും. അതായത് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അറ്റോമിക നമ്പർ കൂടിയ മൂലകങ്ങളുടെ, ഇപ്പോൾ പൊട്ടാസ്യം 19 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് അറ്റോമിക നമ്പർ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 1s2 2s2 2p6 3s2 ഇത്രയും എഴുതി പോകുന്നതിന് പകരം ആ മൂലകത്തിന് തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഏതെങ്കിലും ഉത്കൃഷ്ട മൂലകം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ അല്ലേ, കംപ്ലീറ്റ് ആയിട്ടുള്ള മൂലകങ്ങളെയാണ് ഉത്കൃഷ്ടവാദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മൂലകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിൽ കാണിച്ചിട്ട് ബാക്കി എത്ര വരുന്നുണ്ടോ അത്രയും എഴുതിയാലും മതി എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പൊട്ടാസ്യം 19 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ 1s2 2s2 2p6 3s2 3p6 4s1 എന്നാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞു. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള പീരീഡിലെ ഉത്കൃഷ്ട മൂലകമായിട്ടുള്ള ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 18 ആണ്. നമുക്കറിയാം ആർഗൺ 18 ആണ്. അപ്പോൾ 1s2 2s2 2p6 3s2 3p6 എന്ന് പറയുന്നത് 18 വരെയായി. അപ്പോൾ 18 എന്ന് പറയുന്നത് ആർഗണിൻ്റെ ആണ്. അപ്പോൾ ഇത്രയും ഭാഗം ആരുടെയാണ്? ആർഗണിൻ്റെ ഇലക്ട്രോൺ വിന്യാസമാണ്. സോ ആർഗൺ എന്ന് എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഇത് ബ്രാക്കറ്റിൽ ഇട്ടതിന് ശേഷം ബാക്കി എത്രയുണ്ട്?
4s1 ഉണ്ട് അല്ലേ, 4s1 ഉണ്ട്. അത് മാത്രം എഴുതിയാൽ മതി. ആർഗൺ എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ട് 4s1 എന്ന് എഴുതി കഴിഞ്ഞാലും എന്താണ്, നമുക്ക് അങ്ങനെയും സബ്ഷെൽ വിന്യാസം എഴുതാം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർഗൺ 4s1 എന്ന് എഴുതി കഴിഞ്ഞാൽ അതെന്താണ്, ആർഗണിൻ്റെ നമുക്കറിയാം 18 ആണ്, പ്ലസ് ഇവിടെ 4s1 എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഉണ്ട്, അപ്പോൾ 18 1 19. സോ ഇത് പൊട്ടാസ്യത്തിൻ്റെ സബ്ഷെൽ വിന്യാസമാണ്, ഇലക്ട്രോൺ സബ്ഷെൽ വിന്യാസമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ. അപ്പോൾ ഇനി അതുപോലെ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഡിയത്തിൻ്റെ Na11 അല്ലേ. അപ്പോൾ സോഡിയത്തിൻ്റെ മുന്നുള്ള ആൾ ആരാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം സോഡിയം 11 ആണ് അല്ലേ. അപ്പോൾ അതിന് മുന്നേ നമുക്കിതൊന്ന് എഴുതാം. ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 അല്ലേ. 1s2 2s2 2p6. അപ്പോൾ 6 2 8 2 10 ദെൻ 2p6 കഴിഞ്ഞാൽ 3s1. അപ്പോൾ 11 ആയി. അപ്പോൾ ഇവിടെ 10 വരുന്നത് 6 2 8 2 10. അപ്പോൾ 1s2 2s2 2p6. ഈ 10 വരുന്നത് ആരുടെയാണ്, നിയോൺ ആണ്. നിയോൺ 10 ആണ് അല്ലേ. അപ്പോൾ നിയോൺ 10 ആയതുകൊണ്ട് തന്നെ നമുക്ക് നിയോൺ എന്ന ബ്രാക്കറ്റിൽ എഴുതിയിട്ട് എന്ത് ചെയ്യാം, ബാക്കിയുള്ള 3s1 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതെന്തായി, നിയോണിൻ്റെ 10 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 3s1 ഉണ്ട്. അപ്പോൾ 11 എന്ന് പറയുന്നത് എന്തായി, സോഡിയത്തിൻ്റെ ആണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിയോണിൻ്റെ പ്രതീകം ചേർത്തിട്ട് നമുക്ക് എഴുതുമ്പോൾ നിയോൺ ബ്രാക്കറ്റ് ഇട്ടു, ദെൻ 3s1 എന്തായി, സോഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമായി. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സ്കാൻഡിയം, കാൽഷ്യം, മഗ്നീഷ്യം ഇതെല്ലാം നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്കാൻഡിയം 21. അപ്പോൾ ഇവിടെ 18 എന്ന് പറയുന്നത് ആർഗണിൻ്റെ ആണ്. അത് കഴിഞ്ഞിട്ട് ആരുടെ ബാക്കിയുള്ളത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും എല്ലാം എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് എഴുതി ശീലിക്കുക കേട്ടോ. ഇനി അടുത്തത് ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോൺ വിന്യാസത്തിലെ പ്രത്യേകതയാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ക്രോമിയം 24 അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. നമ്മളിപ്പോൾ എഴുതിയതുപോലെ തന്നെയാണ്. ക്രോമിയത്തിൻ്റെ സ്ഥിരതയുള്ള സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്, 1s2 2s2 2p6 3s2 3p6 3d5 4s1. ഇതാണ് ഇലക്ട്രോൺ വിന്യാസം ക്രോമിയത്തിൻ്റെ. ഇതിന് കാരണം എന്താണ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുതുകയാണെങ്കിൽ 3p6 കഴിഞ്ഞ് ശരിക്കും വരേണ്ടത് എന്താണ്, 4s1 ആണ്. അത് കഴിഞ്ഞിട്ടാണ് 3d വരേണ്ടത്. അതായത് നമ്മൾ ഊർജ്ജം അനുസരിച്ച് പറയുമ്പോൾ 4s കഴിഞ്ഞിട്ടാണ് 3d വരുന്നത് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. പക്ഷേ ഇവിടെ 3d കഴിഞ്ഞിട്ടാണ് 4s വരുന്നത്. അതെന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണം, ക്രോമിയത്തിൻ്റെ ഇങ്ങനെ വരാനായിട്ട് കാരണം എന്താണ്, ഡി സബ്ഷെല്ലിന് പരമാവധി 10 ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളുവാൻ കഴിയും. ഈ സബ്ഷെൽ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആയിട്ടുള്ള ക്രമീകരണങ്ങൾ മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടിയതാണ്. നമ്മൾ പറഞ്ഞു ഡിയിൽ പരമാവധി 10 ഇലക്ട്രോൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഡി സബ്ഷെൽ എന്ന് പറയുന്നത് ഒന്നുകിൽ 10 ഇല്ലെങ്കിൽ 10ൻ്റെ പകുതി 5, 10 അല്ലെങ്കിൽ അതിൻ്റെ പകുതി, ഇങ്ങനെ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ പകുതി മാത്രം നിറഞ്ഞിരിക്കുന്നതോ ആണ് ഏതിനേക്കാൾ, മറ്റുള്ളവയേക്കാൾ സ്ഥിരത കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് D4s2 D9s2 എന്നീ ഇലക്ട്രോൺ ക്രമീകരണം വരേണ്ട ആറ്റങ്ങളിൽ എന്ത് ചെയ്യുന്നത്, സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോൺ പൂരണത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഇതുപോലെ എഫ് സബ്ഷെല്ലിൽ F7 F14 ക്രമീകരണങ്ങളും കൂടുതൽ സ്ഥിരതയുള്ളവയാണ്. അതായത് ഇപ്പോൾ പറഞ്ഞത് എന്താണ്, ഡിയിൽ 10 എണ്ണമാണ് മാക്സിമം എന്നറിയാൻ പറ്റുക. അപ്പോൾ ഒന്നുകിൽ 10 അല്ലെങ്കിൽ അതിൻ്റെ പകുതി 5 ആയിട്ടുള്ള ക്രമീകരണങ്ങൾ നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, സ്ഥിരത കൂടുതലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ നോക്കുക, കോപ്പറിൻ്റെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്. ശരിക്കും നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്, എനർജി ലെവൽ നോക്കുമ്പോൾ 1s2 2s2 2p6 3s2 3p6 3d9 4s2 ഇങ്ങനെ. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്ത്, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഡി കംപ്ലീറ്റ് ആവുന്നതോ അല്ലെങ്കിൽ പകുതി ആവുന്നതോ ആണ് സ്ഥിരത എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഇവിടെ D10 എന്ന് പറയുമ്പോൾ ഡി കംപ്ലീറ്റ് ആയി, 4s1 എന്ന് പറയുമ്പോൾ എസ്സിൽ ഇവിടെ പകുതി, അപ്പോൾ ഇവിടെ സ്ഥിരത കൂടുതലാണ്. അപ്പോൾ ഇതാണ് ശരിയായിട്ട് ഉള്ളത് അല്ലേ. അപ്പോൾ ക്രോമിയം, കോപ്പർ എന്നീ ആറ്റങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസങ്ങളിൽ ഡി സബ്ഷെല്ലിന് പകുതി നിറഞ്ഞതോ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതോ ആയ അവസ്ഥയാണ് സ്ഥിരത കൂടുതൽ. അപ്പോൾ നിങ്ങൾ സ്ഥിരത കൂടുതലുള്ളത് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡി സബ്ഷെൽ നോക്കുക. ഡി സബ്ഷെല്ലിൽ ഒന്നുകിൽ 10 അല്ലെങ്കിൽ പകുതി അതിൻ്റെ 5. ഓക്കെ, പകുതി അല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ളത് 10 അല്ലെങ്കിൽ 5 അങ്ങനെ തന്നിട്ടുള്ളത് ഏതാണോ അതാണ് നിങ്ങൾ സ്ഥിരതയുള്ളതായിട്ട് ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് നോക്കുക, ഇവിടെ ഒരു ആറ്റത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ആൻസർ ചെയ്യണം. നോക്കാം നമുക്ക്. 1s2 2s2 2p6 3s2 ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം.
ഈ ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ട് എന്നാണ് ചോദ്യം. എത്ര ഷെല്ലുകൾ ഉണ്ട് എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് വന്നിട്ടുള്ളത് നോക്കുക. അതായത് 3s2 എന്നാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഷെല്ലുകളുടെ എണ്ണം ഏതാണ്? നമ്മൾ പറഞ്ഞു ഇടതുവശത്ത് എഴുതുന്നതാണ് അല്ലേ. അപ്പോൾ 1s2, 2s2, 2p6, 3s2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 എന്ന് പറയുന്നതാണ് ഷെല്ലിൻ്റെ എണ്ണം അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട്. ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ ഏതെല്ലാം? ഓരോ ഷെല്ലിലെയും സബ് ഷെല്ല്, ഒന്നാമത്തെ സബ് ഷെല്ല് ഏതാണ്? 1s ആണ്. രണ്ടാമത്തതിൽ ഏതൊക്കെയുണ്ട്? രണ്ടാമത്തതിൽ എസ് ഉണ്ട്, പി ഉണ്ട് അല്ലേ. 2s2, 2p6 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തതിൽ എസ് ഉണ്ട്, പി ഉണ്ട്. ഒന്നാമത്തതിൽ എസ് ആണ്, രണ്ടാമത്തതിൽ എസും പിയും, മൂന്നാമത്തേതിൽ എസ് ആണ് ഉള്ളത് അല്ലേ. ഇനി അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് എവിടെയാണ്? അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് 3, മൂന്നാമത്തെ ഷെല്ലിലാണ് അല്ലേ. അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്നത് ഏത് സബ് ഷെല്ലിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? എസ്സിലാണ് അല്ലേ. ഏത് സബ് ഷെല്ലിലാണ്? എസ്സിലാണ് നടക്കുന്നത്. ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ആറ്റത്തിലെ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കറിയാം മുകളിൽ എഴുതിയിരിക്കുന്നതാണ് ഇലക്ട്രോണുകളുടെ എണ്ണം അല്ലേ. ഇടതുവശത്ത് എഴുതിയത് ഷെല്ലും മുകളിൽ എഴുതിയത് ഇലക്ട്രോൺ. അപ്പോൾ മുകളിൽ എഴുതിയതെല്ലാം കൂടെ കൂട്ടുക. എത്രയാണ്? 2, 4, 4, 6, 10, 2, 12. അപ്പോൾ ആകെ ഇലക്ട്രോണുകളുടെ എണ്ണം 12 ആണ്. അറ്റോമിക നമ്പർ എത്രയാണ്? എത്രയാണോ ഇലക്ട്രോൺ അതായിരിക്കും അറ്റോമിക നമ്പർ. അപ്പോൾ അറ്റോമിക നമ്പർ എത്രയാ? അതും 12 ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ ചുരുക്കി എഴുതാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചുരുക്കി എഴുതാൻ പറ്റുക? ഇവിടെ നമുക്കറിയാം 6, 2, 8, 2, 10. 10 വരെ വരുമ്പോഴത്തേനും അത് ആരാകും? നിയോൺ ആവും അല്ലേ. അപ്പം നിയോൺ എന്ന് പറയുന്നതിൻ്റെ 10 ആയി. ബാക്കിയുള്ളത് 3s2 എന്ന് പറയുന്നത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ എന്തായി? ഇത് 12 ആയി. അപ്പം നിയോൺ 3s2 എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി എഴുതലും ആയി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ഇലക്ട്രോൺ വിന്യാസം, ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ഒന്നുകൂടെ പറയാം, ആറ്റത്തിൽ എത്ര ഷെല്ലുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1s2, 2s2, 2p6, 3s2 ആണ് കിടക്കുന്നത്. അപ്പോൾ 3s2 ആണ്. അപ്പോൾ അതിൽ 3 ആണ് ഷെല്ലുകളുടെ എണ്ണം. അപ്പോൾ 3 എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പോൾ 3 ഷെല്ലുകളുണ്ട്. ഓരോ ഷെല്ലിലെയും സബ് ഷെല്ലുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1s2 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഷെല്ലിൽ എസ് ഉണ്ട്. രണ്ടാമത് 2s2, 2p6 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുണ്ട്, എസും പിയും. മൂന്നാമത്തേൽ 3s2, അപ്പോൾ മൂന്നാമത്തേൽ എസ് ഉണ്ട്. അപ്പോൾ ഇത്രയും സബ് ഷെല്ലുകളുണ്ട്. ഇനി അവസാനമായിട്ട് ഇലക്ട്രോൺ പൂരണം നടന്നത് എവിടെയാണ്? 3s2 എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എസ് സബ് ഷെല്ലിലാണ് അവസാനമായിട്ട് ഇലക്ട്രോൺ പൂരണം നടന്നിരിക്കുന്നത്. മൂന്നാമത്തേതിൽ എസ് സബ് ഷെല്ല് 3sലാണ് അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്നത്. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? ആറ്റത്തിലെ മൊത്തം ഇലക്ട്രോണുകൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 3s2 എന്ന് എഴുതി കഴിഞ്ഞാൽ മുകളിൽ എഴുതിയതാണ് എന്ത്? ഇലക്ട്രോണുകളുടെ നമ്പർ. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടുക. മുകളിലെ എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 12 കിട്ടി. ഇനി അവിടെ അറ്റോമിക നമ്പർ ചോദിക്കുന്നുണ്ട്. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണോ അത് തന്നെയാണ് അറ്റോമിക നമ്പർ. സോ അതും 12 തന്നെയാണ്. ഇനി സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം ചുരുക്കി എഴുതുക എന്ന് പറഞ്ഞു. 12 ആണ്. നമുക്കറിയാം 10 എന്ന് പറയുന്ന ആരുടെയാണ്? നിയോണിൻ്റേതാണ്. സോ നമുക്ക് ചുരുക്കി എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നിയോൺ എന്ന് എഴുതാം. അത് 10 ആയി. ബാക്കി എത്രയുണ്ട്? 2 ഉണ്ട്. അപ്പോൾ 3s2 എന്നുള്ളത് എഴുതി കഴിഞ്ഞാൽ ചുരുക്കി എഴുതുമായി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം തന്നാൽ ഇത്രയും കാര്യങ്ങൾ എഴുതാനായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവും ബ്ലോക്കും. നോക്കുക, മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മോഡേൺ പീരിയോഡിക് ടേബിളിൽ അവയെ SPDF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകളിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ രേഖപ്പെടുത്തിയ പീരിയോഡിക് ടേബിളാണ് താഴെ തന്നിട്ടുള്ളത്. ഓക്കെ, മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? മോഡേൺ പീരിയോഡിക് ടേബിളിൽ അവയെ SPDF എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ബ്ലോക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് എവിടെ കണ്ടോ? ആദ്യം കൊടുത്തിരിക്കുന്നത് S ബ്ലോക്ക്, ദെൻ D ബ്ലോക്ക്, P ബ്ലോക്ക്, F ബ്ലോക്ക്, ഇങ്ങനെ 4 ബ്ലോക്കായിട്ട് തിരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ മൂലകം, അറ്റോമിക നമ്പർ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം, അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത്, ബ്ലോക്ക് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൂരിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലേ. ലിഥിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 3 ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 1s2, 2s1 അല്ലേ. അപ്പോൾ 1s2, 2s1 സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി. അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ ഏതാണ്? 2s ആണ് അല്ലേ. 2sലാണ് നടക്കുന്നത്. ബ്ലോക്ക് ഏതാണ്? 2s വരുന്നത്. എസ് സബ്ഷെല്ലാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് ബ്ലോക്കിലാണ് വരുന്നത്? നമുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ്? എസ് ബ്ലോക്കിലാണ് വരുന്നത് അല്ലേ. എസ് ബ്ലോക്കിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എസ് ബ്ലോക്ക്.
അടുത്തത് മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ 12 അറ്റോമിക നമ്പർ. അപ്പോൾ നമുക്ക് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 2, 8, 2. അറ്റോമിക നമ്പർ എത്രയാണ്? 12. സോ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് എഴുതുക? നിങ്ങൾ എഴുതുക കേട്ടോ, ഞാൻ പറയാം. 1s2 അല്ലേ, 1s2, 2s2, ദെൻ 2p, 2p6. അപ്പോൾ എത്രയായി? 6 2 8 2 10 ഇനി 2 എണ്ണം കൂടെ വേണം അല്ലേ, 12 ആവാനായിട്ട്. അപ്പോൾ 12 ആവാനായിട്ട് വരുമ്പോൾ 3s2. അപ്പോൾ 1s2, 2s2, 2p6, 3s2. അപ്പോൾ എത്രയായി? 12 ആയി. അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ ആയി. ഇനി അവസാന ഇലക്ട്രോൺ പൂരണം എവിടെയാണ് നടക്കുന്നത്? 3s2 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എസ് സബ്ഷെല്ലിലാണ്, 3sലാണ്. ബ്ലോക്ക് ഏതാണ് വരിക? മഗ്നീഷ്യം. ഇതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് തന്നെയാണ് വരിക അല്ലേ. എസ്സിലാണ് നമ്മൾ അവസാനമായിട്ട് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, എസ്സിലാണ്. അപ്പോൾ എസ് ബ്ലോക്ക് തന്നെയാണ് വരുന്നത്. അടുത്തത് നൈട്രജൻ 7. നൈട്രജൻ 7 എന്ന് പറയുമ്പോഴത്തേനും അറ്റോമിക നമ്പർ 7 ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 1s2, 2s2, 2 2 4 ഇനി 3 വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2p3 എന്ന് എഴുതാം അല്ലേ. 1s2, 2s2, 2p, പിയിൽ എത്രയാണ്? 6 ആണ് പരമാവധി. ഇവിടെ നമുക്ക് 3 മതി. അപ്പോൾ നമ്മൾ 2p3 എന്ന് എഴുതി. അപ്പോൾ 7 അപ്പോൾ ഇവിടെ അവസാനമായിട്ട് പൂരണം നടന്നത് എവിടെയാണ്? പിയിലാണ് അല്ലേ. 2p എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിയിലാണ്. അപ്പോൾ അത് ഏത് ബ്ലോക്കിലാണ് വരിക? പി ബ്ലോക്കിലാണ് വരിക. അത് നമുക്കിവിടെ നോക്കാം. എൻ എവിടെയാണ് കിടക്കുന്നത്? പി ബ്ലോക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കത് എൻ കാണാനായിട്ട് പറ്റും. അപ്പോൾ അവസാനമായിട്ട് ഇലക്ട്രോൺ പൂരണം നടന്നത് എവിടെയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഏത് ബ്ലോക്കിലാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ പി ബ്ലോക്കിലാണ് കിടക്കുന്നത്. അടുത്തത് സ്കാൻഡിയം അതുപോലെ തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ അവസാനത്തെ അല്ലെ ലിഥിയത്തിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് എവിടെയാണ്? ലിഥിയം അവസാനത്തെ ഇലക്ട്രോൺ പൂരണം നടന്നത് എസ് സബ്ഷെല്ലിലാണ്. നൈട്രജനിൽ അവസാന ഇലക്ട്രോൺ പൂരണം നടന്നത് എവിടെയാണ്? പി സബ്ഷെല്ലിലാണ്. അപ്പോൾ അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെല്ലും ആ മൂലകം ഉൾപ്പെട്ട ബ്ലോക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും ഒന്നാണ് അല്ലേ. അവസാനമായിട്ട് ഇലക്ട്രോൺ പൂരണം നടന്നത് എവിടെയാണോ അതേ ബ്ലോക്കാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. എസ്സിലാണെങ്കിൽ എസ് ബ്ലോക്ക്, എസ്സിലാണെങ്കിൽ എസ് ബ്ലോക്ക്, പിയിലാവുമ്പോൾ പി ബ്ലോക്ക്, അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓരോ മൂലകങ്ങളുടെയും സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? അറ്റോമിക നമ്പർ മനസ്സിലാക്കാൻ പറ്റും, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ പറ്റും, അവസാന ഇലക്ട്രോൺ പൂരണം നടന്ന സബ്ഷെൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഏത് ബ്ലോക്കിലാണെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകം ഉൾപ്പെടുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ 1, 2 ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ എസ് ബ്ലോക്കിലും 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിൽ പി ബ്ലോക്കിലും 13 മുതൽ 12 വരെയുള്ളത് ഡി ബ്ലോക്കിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. എഫ് ബ്ലോക്ക് മൂലകങ്ങളെ പീരിയോഡിക് ടേബിളിൽ ചുവടെ 2 പ്രത്യേക നിരകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയഡ്, ഗ്രൂപ്പ് എന്നിവ കണ്ടുപിടിക്കാം. ഇപ്പം നമ്മൾ ബ്ലോക്ക് കണ്ടുപിടിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അല്ലേ. ഇലക്ട്രോൺ പൂരണം ലാസ്റ്റ് എവിടെയാണോ നടന്നത് ആ ബ്ലോക്ക് ആയിരിക്കും. ഇവിടെ ഇനി പീരിയഡും ഗ്രൂപ്പും കണ്ടുപിടിക്കുന്നതാണ്. മൂലകങ്ങളുടെ ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ പീരിയഡ് നമ്പർ കണ്ടെത്തുവാൻ നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, അതായത് പീരിയഡ് നമ്പർ നമ്മൾ പഠിച്ചു. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ എങ്ങനെയാണ് പീരിയഡ് കണ്ടെത്താം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ബെറീലിയം എന്ന് പറയുന്ന മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? അറ്റോമിക നമ്പർ 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1s2, 2s2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്തായി? 4 അപ്പോൾ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 2s2 ആണ്. അപ്പോൾ ബാഹ്യതമ ഷെല്ല് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഷെല്ല്, അതായത് 2s2 എന്നാണെങ്കിൽ ഈ ഇടതുവശത്ത് എഴുതുന്നതാണ് ഷെല്ല്. അപ്പോൾ ഇവിടെ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണ്? 2 ആണ്. അപ്പോൾ പീരീഡ് നമ്പർ എന്താണ്? ഷെല്ലിൻ്റെയും പീരീഡ് നമ്പറും തുല്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഷെല്ലിൻ്റെ നമ്പർ ഏതാണോ അത് തന്നെയാണ് പീരീഡ്. അവസാനമായിട്ട് പൂരണം നടന്നത് എവിടെയാണോ അതാണ് ബ്ലോക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇവിടെ കാർബൺ 6 ആണ്. ഇവിടെ അവസാനമായിട്ട് പൂരണം നടന്നത് പിയിലായതുകൊണ്ട് ബ്ലോക്ക് ഏതായിരിക്കും? പി ആയിരിക്കും. ഷെല്ല് പീരീഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെല്ല് നോക്കുക, 2p2. അപ്പോൾ 2 എന്ന് പറയുന്ന എന്താണ്? ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ പീരീഡ് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇവിടെ 3s1 ആണ്. 3s1 എന്ന് പറയുമ്പോൾ അവസാന പൂരണം നടന്നത് എസ്സിലായതുകൊണ്ട് എസ് ബ്ലോക്ക് ആയിരിക്കും. പക്ഷേ എന്താണ്? പീരീഡിൻ്റെ നമ്പർ എത്രയാണ്? 3 ആണ് വരിക. കാരണം എന്താണ്? ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ 3 ആണ്. ഇവിടെ 4s1 എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്കിലാണ് വരിക. ഇവിടെ 4 എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ 4 ആണ്. സോ പീരീഡ് നമ്പറും എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പീരീഡ് നമ്പർ. ഇത് നമ്മൾ മുന്നേ പഠിച്ചതാണ് അല്ലേ.
ഇനി അടുത്തത് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ ആണ് പറയുന്നത്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ നമുക്ക് കണ്ടെത്താൻ പറ്റും, പിരീഡ് കണ്ടെത്തിയതുപോലെ. ഇവിടെ നോക്കുക, ലിഥിയത്തിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് 1s2 2s1 ആണ് എന്ത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം അല്ലേ. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം 1s2 2s1. അവസാന എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ്. സോ ഗ്രൂപ്പ് നമ്പർ എന്താണ്? 1. ഇനി സോഡിയത്തിൻ്റെ 1s2 2s2 2p6 3s1 അവസാനത്തെ എസ് സബ്ഷെല്ലിൽ എത്രയാണ് ഇലക്ട്രോൺ? 1 ആണ്. സോ ഗ്രൂപ്പ് നമ്പർ 1. അടുത്ത 1s2 2s2 2p6 3s2 മഗ്നീഷ്യം. ഇവിടെ അവസാനത്തെ ഇലക്ട്രോണുകളിൽ എത്രയാണ്? 2 ആണ് വരുന്നത്. സോ ഗ്രൂപ്പ് നമ്പർ 2. അടുത്തത് 1s2 2s2 2p6 3s2 3p6 4s2 എന്ന് പറയുമ്പോൾ ലാസ്റ്റ് എത്ര ഇലക്ട്രോൺ? 2 ആണ്. സോ ഗ്രൂപ്പ് നമ്പർ 2. അപ്പോൾ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഒരു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എടുത്തിട്ട് നമുക്ക് എല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഗ്രൂപ്പ് കണ്ടുപിടിക്കാം, പീരീഡ് കണ്ടുപിടിക്കാം, ബ്ലോക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലായോ? എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എസിൻ്റെ നോക്കാം, ലാസ്റ്റ് വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം. ഇവിടെ നമുക്ക് ലിഥിയത്തിൻ്റെ ബ്ലോക്കും പീരീഡും ഗ്രൂപ്പും ഇതെല്ലാം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നോക്കാം, 1s2 2s1 ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അവസാനം വരുന്നത് എസ്സിലായതുകൊണ്ട് എസ് ബ്ലോക്ക് ആണ്. അത് ക്ലിയർ ആയല്ലോ. ബ്ലോക്ക് ഏതാണ്? ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ആണ്. ലിഥിയത്തിൻ്റെ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ബ്ലോക്ക് എസ് ആണ്. എന്തുകൊണ്ടാണ്? അവസാനം എസ് സബ്ഷെല്ലിലാണ് വന്നിരിക്കുന്നത്. സോ എസ് ബ്ലോക്ക് ആണ്. ഇനി നമുക്ക് ഏത് പീരീഡിലാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു എന്താണ്? ഷെല്ലുകളുടെ എണ്ണം തന്നെയാണ് പീരീഡ് വരുന്നത് അല്ലേ. ഇപ്പോൾ ഇവിടെ ഷെല്ല് ഏതാണ്? അവസാനം 2ലാണ് വരുന്നത്. സോ പീരീഡ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഓക്കെ, പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. ഇനി അടുത്തത് എന്താണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്? ഗ്രൂപ്പ് അല്ലേ. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അവസാനം എസിൻ്റെ മുകളിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ആണുള്ളത്. സോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പോൾ ബ്ലോക്ക് എന്ന് പറയുന്നത് എസ് ബ്ലോക്ക് ആണ്, അവസാനം വരുന്നത് എസ്സിലായതുകൊണ്ട്. പിന്നെ നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? പീരീഡ് എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ അല്ലേ. ഷെല്ലെന്ന് പറയുന്നത് 2 ആണ് ഇടതുവശത്ത് വരുന്നത്. സോ പീരീഡ് എന്ന് പറയുന്നത് 2 ആണ്. ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവസാനം എസിൻ്റെ മുകളിൽ വരുന്നത് എത്രയാണ്? 1 ആണ്. സോ ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇതാണ് ലിഥിയത്തിൻ്റെ ബ്ലോക്ക് എസ് ആണ്, പീരീഡ് 2 ആണ്, ഗ്രൂപ്പ് 1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമുക്ക് ചിത്രം കൊടുത്തിട്ടുണ്ട്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പൊതുവായ സവിശേഷതകളാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളും ഉൾപ്പെട്ടവയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതയാണ് പഠിക്കുന്നത്. ആൽക്കലി ലോഹങ്ങളുണ്ട്, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, ഇത് രണ്ടും കൂടെ വരുന്നതാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്. ഇവയുടെ ഓക്സൈഡുകളും ഹൈഡ്രോക്സൈഡുകളും എന്ത് സ്വഭാവമാണ് കാണിക്കുന്നത്? ബേസിക സ്വഭാവമാണ് കാണിക്കുന്നത്. ഇവിടെ നോക്കാം, എസ് ബ്ലോക്ക് മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണോ സ്വീകരിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നമുക്കത് അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതും സ്വീകരിക്കുന്നതുമെല്ലാം അല്ലേ. അപ്പോൾ നമുക്ക് എസ് ബ്ലോക്ക് മൂലകങ്ങളിൽ ആൽക്കലി ലോഹങ്ങളും ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ലിഥിയം എടുക്കുക. ഓക്കെ, ലിഥിയം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1s2 2s1 എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണാണ് പുറത്തായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ആയതുകൊണ്ട് തന്നെ അത് എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയായിരിക്കും ചെയ്യുക, സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുകയാണ്? വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ഏത് തരം ബന്ധനമാണ്? അയോണിക ബന്ധനമാണ്. സാധാരണ രൂപീകരിക്കുന്നത് ഏതാണ്? അയോണിക ബന്ധനമാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ എസ് ബ്ലോക്ക് മൂലകങ്ങൾ സാധാരണയായിട്ട് അയോണിക സംയുക്തങ്ങളാണ് നിർമ്മിക്കുന്നത്. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തന വേളയിൽ എത്ര ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കും? ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളാവുമ്പോൾ അവസാനം എത്രയായിരിക്കും? നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് നമ്പർ നമ്മൾ കണ്ടുപിടിക്കുന്നത് അവസാനത്തെ ഷെല്ലിൻ്റെ മുകളിൽ എത്രയുണ്ട്. അപ്പോൾ എസ് ഗ്രൂപ്പിൻ്റെ മുകളിൽ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ നമ്മൾ ഒന്നാം ഗ്രൂപ്പാണെന്ന് നിർണ്ണയിക്കുന്നത് മുകളിൽ 1 വരുന്നത് കൊണ്ടാണ് ഒന്നാം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഇലക്ട്രോൺ എന്തുണ്ടാവുള്ളൂ? വിട്ടുകൊടുക്കാനായിട്ട് ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, മനസ്സിലായോ പറയുന്നത്? അതായത് ഇപ്പോൾ നമ്മൾ ലിഥിയത്തിൻ്റെ പറഞ്ഞപ്പോൾ 1s2
2s1 എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ 2s1 എന്ന് പറയുന്നത് എസിൻ്റെ മുകളിൽ ഒരു ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് വരുന്നത് 1 ആയതുകൊണ്ട് ഗ്രൂപ്പ് എത്രയാണ്? 1 ആണ്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എല്ലാ മൂലകങ്ങളുടെയും അവസാനം എത്രയായിരിക്കും വരിക? 1 ആണ് വരിക. എസിൻ്റെ മുകളിൽ 1 ആണ് വരിക. അതുകൊണ്ടാണ് അത് ഒന്നാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ എന്ന് പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഒരു ഇലക്ട്രോണേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഇലക്ട്രോണല്ലേ വിട്ടുകൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ രാസപ്രവർത്തന വേളയിൽ എത്ര ഇലക്ട്രോൺ വിട്ടുകൊടുക്കും? ഒരു ഇലക്ട്രോൺ. രണ്ടാം ഗ്രൂപ്പ് മൂലകങ്ങളാകുമ്പോഴോ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും അല്ലേ. അപ്പോൾ 1ഉം 2ഉം ഗ്രൂപ്പ് മൂലകങ്ങളെ യഥാക്രമം XY എന്നീ പ്രതീകങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നുവെന്ന് കരുതുക. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരിക നോക്കുക. ഗ്രൂപ്പ് സംയോജകത, അതായത് വാലൻസി, ഒന്നാം ഗ്രൂപ്പിൻ്റെ ഓക്സീകരണാവസ്ഥ +1, ഒന്ന് വിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പ്ലസ് സൈൻ ആണ് അല്ലേ. എല്ലാം കൊടുക്കുന്ന ആൾക്ക് എപ്പോഴും പോസിറ്റീവാണ് വരിക. അപ്പോൾ അയോണുകളുടെ പ്രതീകം എങ്ങനെയായിരിക്കും? അതിൻ്റെ പേര് എങ്ങനെയാണ്? ഇപ്പോൾ X ആണെങ്കിൽ X+1 അങ്ങനെയായിരിക്കും വരിക അല്ലേ. ഓക്സൈഡുകളുടെ രാസസൂത്രം X2O. രണ്ടാം ഗ്രൂപ്പ് ആകുമ്പോഴേക്കും സംയോജകത വാലൻസി എത്രയാണ്? 2 ആണ്. ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് എത്രയാണ്? +2 ആണ് വരിക അല്ലേ. അപ്പോൾ Y2+ എന്നുള്ളതാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക. എസ് ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നവയാണ് അല്ലേ. എസ് ബ്ലോക്ക് മൂലകങ്ങൾ നിശ്ചിത വാലൻസിയും ഓക്സീകരണാവസ്ഥയും കാണിക്കുന്നവയാണ്. പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇടതുഭാഗത്തുള്ളവയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. എന്തൊക്കെയാണ് എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ? ലോഹ സ്വഭാവം കൂടുതലാണ്, അയോണീകരണ ഊർജം കുറവാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. ഇപ്പോൾ നമ്മൾ എസ് ബ്ലോക്കിനെ കുറിച്ച് പഠിച്ചു. അടുത്തത് പി ബ്ലോക്ക് മൂലകങ്ങൾ. പി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏതെല്ലാം ഗ്രൂപ്പുകളാണ് പി ബ്ലോക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇത് എവിടെ കിടക്കുന്ന? ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ, ഇതൊക്കെയാണ് എന്ത്? പി ബ്ലോക്ക് മൂലകങ്ങൾ. രണ്ടാം പീരീഡിലെ പി ബ്ലോക്ക് മൂലകങ്ങൾ അടങ്ങുന്ന പീരിയോഡിക് ടേബിളിൻ്റെ ഭാഗമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ബാഹ്യതമ ഷെല്ലിലെ സബ്ഷെൽ ഘടനയും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ്ഷെല്ലിലാണ്? നമുക്കറിയാം അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലാണ് നമ്മൾ പറഞ്ഞ ബ്ലോക്ക് എന്ന് പറഞ്ഞത് അല്ലേ. അപ്പോൾ പി ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവസാനത്തെ പൂരണം നടക്കുന്നത് എവിടെയായിരിക്കും? പി ബ്ലോക്കിലായിരിക്കും. ഓക്കെ, പി സബ്ഷെല്ലിലായിരിക്കും. പി സബ്ഷെല്ലിൽ 1 മുതൽ 6 വരെ ഇലക്ട്രോണുകളാണ് കാണപ്പെടുന്നത് അല്ലേ. 1 മുതൽ 6 വരെ. ഇവിടെ 2p1, 2p2, 2p3, 2p4, 2p5, 2p6 1 മുതൽ 6 വരെയുള്ള ഇലക്ട്രോണുകൾ കാണപ്പെടുന്നുണ്ട്. ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദ്യം. ബാഹ്യതമ ഇലക്ട്രോണുകളുടെ കൂടെ 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടുമോ? ബാഹ്യതമ ഇലക്ട്രോൺ ഇവിടെ 12 ആണ്. 12 കൂട്ടിക്കഴിഞ്ഞാൽ 1 അല്ലേ. ഇവിടെ 2p1 ആണ്. അപ്പോൾ 12ഉം 1ഉം കൂടെ കൂട്ടിയാൽ 13. ഇവിടെ 2p2 ആണ്. അപ്പോൾ 12ഉം 2ഉം കൂടെ കൂട്ടിയാൽ 14 കിട്ടും. 2p3 ആണ്. 12ഉം 3ഉം കൂടെ കൂട്ടിയാൽ 15 കിട്ടും. 2p4 എന്ന് പറയുമ്പോൾ 12ഉം 4ഉം കൂടെ കൂട്ടിയാൽ ഇവിടുത്തെ 16 കിട്ടും. 2p5 12ഉം 5ഉം കൂടെ കൂട്ടിയാൽ 17 കിട്ടും. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും 12 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നുണ്ട്. അവസാനത്തെ പി ഇലക്ട്രോൺ എത്രയാണോ വരുന്നത് ആ ഇലക്ട്രോൺ നമ്പറിൻ്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പ് നമ്പർ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. Y എന്ന് പറയുന്ന മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെൽ ഘടന 3s2 3p4 ആണ്. അത് കറക്റ്റായിട്ടുള്ള എന്താണ്? ഇതല്ല കൊടുത്തിട്ടുള്ളത് പ്രതീകം. 3s2 3p4. ഓക്കെ, എന്താണ്? 3s2 3p4 എന്നാണ് കൊടുത്തിട്ടുള്ളത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം. ഇത് നോക്കിയിട്ട് ഈ മൂലകം ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് വരുന്നത്. ഏത് പീരീഡിലാണ് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഷെല്ലുകളുടെ നമ്പറാണ്. അപ്പോൾ ഇവിടെ 3 ആണ് ലാസ്റ്റ് വരുന്നത്, ഇടതുവശത്ത് കിടക്കുന്നത്. അപ്പോൾ 3 എന്ന് പറയുന്ന പീരീഡാണ് അല്ലേ. ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 3p4 പിയിൽ വരുന്നത് കൊണ്ട് തന്നെ പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മുകളിലെ ആ 4ൻ്റെ കൂടെ എത്ര കൂട്ടണം എന്നാണ് പറഞ്ഞത്? 12 കൂട്ടിയാൽ മതി. അപ്പോൾ 12ഉം 4ഉം കൂടെ കൂട്ടി എത്രയാണ്? 16. ഗ്രൂപ്പ് എത്രയാണ്? 16. പീരീഡ് എത്രയാണ്? 3. 3 എങ്ങനെയാണ് കിട്ടിയത്? 3p4 ആണ്. അപ്പോൾ 3 ആണ് എന്ത്? പീരീഡ് എന്ന് പറയുന്നത്, ഇടതുവശത്ത് കിടക്കുന്നത്. ഗ്രൂപ്പ് കിട്ടാനായിട്ട് പിയുടെ മുകളിൽ കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ 12 കൂട്ടുക. എന്തുകൊണ്ടാണ്? പി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനായിട്ടാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് എങ്ങനെയാണ്? പിയുടെ മുകളിൽ, അതായത് എസിൻ്റെ മുകളിൽ കിടക്കുന്ന നമ്പർ അതുപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. എസ് ബ്ലോക്ക് ആണ്. അപ്പോൾ എസിൻ്റെ മുകളിൽ 1 ആണെങ്കിൽ S1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗ്രൂപ്പാണ് എന്നാണ് അർത്ഥം. പിയുടെ മുകളിൽ എത്രയാണ് നമ്പർ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രൂപ്പ് കിട്ടും. അപ്പോൾ പിയുടെ 4 ആണ്. 4 + 12 എത്രയാണ്? 16 ആണ്.
പിരീഡ് കിട്ടാനായിട്ട് എല്ലാത്തിൻ്റെയും ഷെല്ലിൻ്റെ ഇടതുഭാഗത്തുള്ളത് അല്ലേ, പിയുടെ ഇടതുഭാഗത്ത് കിടക്കുന്നത് ആരാണ്? 3 ആണ്. അപ്പോൾ പീരീഡ് 3 ആണ്, ഗ്രൂപ്പ് 16. ഇതേ ഗ്രൂപ്പിൽ തൊട്ട് താഴെയുള്ള മൂലകത്തിൻ്റെ ബാഹ്യതമ ഷെൽ ഘടന എഴുതി നോക്കൂ. അപ്പോൾ ഇതുപോലെ എക്സാമ്പിളാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്? ഓക്കെ, ഇനി അടുത്തത് പി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകളാണ് പറയുന്നത്. പീരിയോഡിക് ടേബിളിൽ പി ബ്ലോക്ക് മൂലകങ്ങൾ അടങ്ങുന്ന ഭാഗം ആണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് ലോഹങ്ങളാണ്, ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് അലോഹങ്ങളാണ്, ഓറഞ്ച് കളറിൽ കൊടുത്തിട്ടുള്ളത് ഉപലോഹങ്ങളാണ്, ഈ പിങ്ക് കളറിൽ കൊടുത്തിട്ടുള്ളത് ഉത്കൃഷ്ട മൂലകങ്ങളാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതെല്ലാം വരുന്നത് പി ബ്ലോക്കിലാണ്. ലോഹങ്ങളുണ്ട്, അലോഹങ്ങളുണ്ട്, ഉപലോഹങ്ങളുണ്ട്, ഉത്കൃഷ്ട മൂലകങ്ങൾ ഇതെല്ലാം വരുന്നുണ്ട് പി ബ്ലോക്ക് മൂലകങ്ങളിൽ. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന മൂലകങ്ങളാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. സാധാരണ താപനിലയിൽ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിലുള്ള മൂലകങ്ങളും ഇതിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച് പി ബ്ലോക്ക് മൂലകങ്ങൾ പൊതുവെ ഉയർന്ന അയോണീകരണ ഊർജ്ജമാണ് കാണിക്കുന്നത്. ഓക്കെ, ഉയർന്ന അയോണീകരണ ഊർജ്ജമായിരിക്കും കാണിക്കുന്നത് എസ് ബ്ലോക്ക് മൂലകങ്ങളെ അപേക്ഷിച്ച്. അതുപോലെ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം പി ബ്ലോക്കിലാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം എവിടെയാണ്? പി ബ്ലോക്കിലാണ് ഉള്ളത്. ഇനി ഇവിടെ പി ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായ സവിശേഷതകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിനു മുന്നേ ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. ഇതിൽ സംയോജകത 1 ആയിട്ടുള്ള മൂലകം ഏതാണ്? ലോഹ സ്വഭാവം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? അയോണീകരണ ഊർജ്ജം കൂടിയ മൂലകം ഏതാണ്? എക്സും വൈയും ചേർന്ന് രൂപീകരിക്കാൻ സാധ്യതയുള്ള സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതി ഓക്സീകരണാവസ്ഥ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പീരീഡ് കണ്ടുപിടിക്കാനുള്ളത്, ഗ്രൂപ്പ് കണ്ടുപിടിക്കാനുള്ളത്, ബ്ലോക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അറ്റോമിക് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അത് നിങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട്. നോക്കുക, 4ാം പീരീഡിൽ വരുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പട്ടികയാണ് കൊടുത്തിട്ടുള്ളത്. സ്കാൻഡിയം മുതൽ തുടങ്ങി അങ്ങോട്ട് പോകുന്നത് ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ഇത്രയാണ് എന്ത് വരുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ 3D 4s ഇലക്ട്രോണുകളുടെ ആകെ എണ്ണവും ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള ബന്ധം 3D 4s. ഇവിടെ നോക്കുക, 3D3 4s2, 3D2 4s2, 3D5 4s1, 3D5 4s2, 3D6 4s2, 3D7 4s2, 3D8 4s2 അല്ല, ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 3D 4s ഇലക്ട്രോണുകളുടെ ആകെ എണ്ണവും ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള 3D 4sഉം കൂടെ കൂട്ടുന്നതും ആകെ നമ്പറും ഗ്രൂപ്പ് നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ്. ഇവിടെ 3D 4sഉം കൂടെ കൂട്ടുമ്പോൾ D1S2, അതായത് 2 1 കൂടെ കൂട്ടിയാൽ 3. ഇവിടെ 3D2 4s2, അതായത് മുകളിൽ 2 2 കൂടെ കൂട്ടിയാൽ 4. ഇവിടെ 3D3 4s2 എന്ന് പറയുമ്പോൾ 3 2 കൂടെ കൂട്ടിയാൽ 5. ഇവിടെ 3D5 4s1, 5 1 കൂടെ കൂട്ടിയാൽ 6. ഇവിടെ 3D5 4s2 അല്ലേ, 3D5 4s2, ഇവിടെ 5ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 7. അപ്പോൾ ഡിയുടെ മുകളിലും എസിൻ്റെ മുകളിലും കിടക്കുന്നത് 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നുണ്ട്? ഗ്രൂപ്പ് നമ്പർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിയുടെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. എസിൻ്റെ ആണെങ്കിൽ എസിൻ്റെ മുകളിൽ കിടക്കുന്ന നമ്പറാണ് ഗ്രൂപ്പ് നമ്പർ. പിയുടെ ആണെങ്കിൽ പിയുടെ മുകളിൽ കിടക്കുന്ന നമ്പറിൻ്റെ കൂടെ 12 കൂട്ടുന്നതാണ് ഗ്രൂപ്പ് നമ്പർ. ഇനി ഇവിടെ ഡി ബ്ലോക്കിൻ്റെ ആണെങ്കിൽ ഡിയുടെയും എസിൻ്റെയും മുകളിൽ കിടക്കുന്ന 2 കൂടെ കൂട്ടുന്നതാണ് എന്ത്? ഗ്രൂപ്പ് നമ്പർ. ഓക്കെ, അപ്പോൾ ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ട് മുമ്പിലുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ചില പ്രത്യേകതകൾ പരിശോധിക്കാം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഇതിനെയാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. ഇവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതിനാൽ ഇവ കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ സ്യൂഡോ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ കപട സംക്രമണ മൂലകങ്ങൾ ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. അതൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇവിടെ നോക്കുക, എസ് പി ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പ്രാതിനിധ്യ മൂലകങ്ങൾ ഗ്രൂപ്പിൽ സാദൃശ്യം കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവയിൽ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെട്ട മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഒരുപോലെ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. 4ാം പീരീഡിലെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ 3D 4s സബ്ഷെല്ലുകളുടെ ഇലക്ട്രോൺ ഘടന പട്ടികയിൽ നൽകിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു.
ഇനി ഇവിടെ നോക്കുക, സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരിയഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിൽ മാത്രമല്ല പീരിയഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഓക്സീകരണാവസ്ഥയാണ് പറയുന്നത്. രാസബന്ധനത്തിൽ ഏർപ്പെടുന്ന ആറ്റങ്ങൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ പങ്കുവയ്ക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് എന്ത്? അവയുടെ വാലൻസി അഥവാ സംയോജകത എന്ന് നമുക്കറിയാം. അപ്പോൾ ഓക്സീകരണാവസ്ഥയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. അയണിൻ്റെ 2 ക്ലോറൈഡുകളുടെ പേരും രാസസൂത്രവും എഴുതിയിരിക്കുന്നുണ്ട്. അതായത് ഫെറസ് ക്ലോറൈഡ് FeCl2, ഫെറിക് ക്ലോറൈഡ് FeCl3. ഇവിടെ ക്ലോറിന് -1 ഓക്സീകരണാവസ്ഥയാണ്. ഈ സംയുക്തങ്ങളിലെ Feയുടെ ഓക്സീകരണാവസ്ഥകൾ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കുക, S, P എന്നീ ബ്ലോക്കുകളിലെ മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് പങ്കെടുക്കുന്നത്. എന്നാൽ സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ S സബ് ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ആന്തരിക ഷെല്ലിലെ D സബ് ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിലുള്ള വലിയ വ്യത്യാസമില്ലാത്തതിനാൽ അനുയോജ്യമായ സാഹചര്യത്തിൽ D സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അതുകൊണ്ടാണ് സംക്രമണ മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ച എല്ലാ മൂലകങ്ങളിലും നമ്മൾ എന്താണ് എസും പിയും ബ്ലോക്കിലെ എല്ലാ മൂലകങ്ങൾ അവസാനം വരുന്ന സബ് ഷെല്ലിലെ ബാഹ്യതമ ഷെല്ലായിട്ടുള്ള S സബ് ഷെല്ലിലെ എന്താണ് ഇലക്ട്രോൺസ് ആണ് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഓക്സീകരണ അവസ്ഥ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ ഡി ബ്ലോക്കിൽ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും അവിടെ ഡി സബ് ഷെല്ലിലെയും അതുപോലെ തന്നെ S സബ് ഷെല്ലിലെയും തമ്മിൽ ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ കൂടി രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് സംക്രമണ മൂലകങ്ങളുടെ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ് കാണിക്കപ്പെടുന്നത്. ഓക്കെ, അതായത് FeCl2 എന്ന് പറയുമ്പോൾ അവിടെ ക്ലോറിൻ 2 ആണ് അല്ലേ, 2+2- എന്നാണ് വരുന്നത്. FeCl3 വരുമ്പോൾ അവിടെ 3+ ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഓക്സീകരണാവസ്ഥ എന്താണ്? സംക്രമണ മൂലകങ്ങൾക്ക് വ്യത്യസ്തം ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ നിറമുള്ള സംയുക്തങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സംക്രമണ മൂലകങ്ങളുടെ ചില സംയുക്തങ്ങളെ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ്? കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഫെറസ് സൾഫേറ്റ്. ഇതെല്ലാം എന്താണ്? സംക്രമണ മൂലകങ്ങളുടെ ചില സംയുക്തങ്ങളാണ്, നിറമുള്ള സംയുക്തങ്ങളാണ്. കോപ്പർ സൾഫേറ്റ്, കൊബാൾട്ട് നൈട്രേറ്റ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ഫെറസ് സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അവയിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യമാണ് ഇതിന് കാരണം. ഓക്കെ, അയോണുകളുടെ സാന്നിധ്യമാണ് എന്തിന് കാരണം? നിറത്തിന് കാരണം എന്നുള്ളത് ഓർത്തിരിക്കുക. സംക്രമണ മൂലകങ്ങളുടെ ഉൽപ്രേരക സ്വഭാവം. അടുത്തത്, സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്വയം എന്ത് ചെയ്യുന്നില്ല? സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് ഉൽപ്രേരകങ്ങൾ അഥവാ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൽപ്രേരകങ്ങളായിട്ട് ധാരാളം ഉപയോഗപ്പെടുന്നുണ്ട്. സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെന്റോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയൺ. പേര് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിലൊക്കെയാണ് സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത്? വനേഡിയം പെന്റോക്സൈഡ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്നത് സ്പോഞ്ചി അയൺ. സസ്യങ്ങളുടെ എണ്ണ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ എന്നിവ ഇവയിൽ ചില ഉദാഹരണങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെന്റോക്സൈഡ്, ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയൺ, സസ്യങ്ങളുടെ എണ്ണ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിൽ നിക്കൽ, ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് ഓക്സീകാരിയായും നിരോക്സീകാരിയായും ഒരേ സമയം പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ഇവിടെ നിറമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഒരേ സമയം തന്നെ ഓക്സീകാരിയായും നിരോക്സീകാരിയായിട്ടും പ്രവർത്തിക്കുവാൻ കഴിയുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡി ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ച് പഠിച്ചു. അടുത്തത് എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകളാണ്. ലാൻധാനത്തിനും ആക്ടീനിയത്തിനും ശേഷം വരുന്ന 14 മൂലകങ്ങളെ വീതം താഴെ 2 നിരകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നവയാണ് എന്ത്? എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ഇവയിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുമ്പിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ളതാണ്. ഒന്നാമത്തെ നിരയിലുള്ളവ ലാൻതനോയിഡുകൾ എന്നും രണ്ടാമത്തെ നിരയിലുള്ളവ ആക്ടിനോയിഡുകളും എന്നാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം നമ്മൾ പറഞ്ഞു അല്ലേ. ഇവ 6, 7 പീരീഡുകളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. അവസാനത്തെ ഇലക്ട്രോൺ വന്നു ചേരുന്നത് എഫ് സബ്ഷെല്ലിലാണ്. സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, കേരളത്തിൻ്റെ ധാതു സമ്പത്ത്.
ലോകത്തെ എല്ലായിടത്തും ധാതുക്കളുടെ വിന്യാസം ഒരുപോലെയല്ല. നമ്മുടെ കേരളം ചില പ്രത്യേക ധാതുക്കളുടെ സമ്പന്ന ശേഖരത്താൽ അനുഗ്രഹീതമാണ്. മോണസൈറ്റ്, ഇൽമനൈറ്റ്, സിർക്കോൺ, റൂട്ടൈൽ തുടങ്ങിയ വിവിധങ്ങളായിട്ടുള്ള ധാതുക്കളുടെ കലവറയാണ് കേരളത്തിലെ തീരപ്രദേശത്തെ മണൽ ശേഖരം. നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗമുള്ള ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകൾ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണസൈറ്റ് ആണ്. ഓക്കെ, തോറിയത്തിൻ്റെ ഉറവിടം മോണസൈറ്റ് ആണ്. അതൊന്ന് ഓർത്തിരിക്കുക. മോണസൈറ്റ് എന്ന് പറയുന്ന ധാതുവാണ്. നിയോഡീമിയം ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തുവും മോണസൈറ്റ് തന്നെയാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന ലോഹമാണ് നിയോഡീമിയം. ഉരകല്ലുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സീറിയം ലോഹത്തിൻ്റെ ധാതുവും മോണസൈറ്റ് ആണ്. അമൂല്യമായ ഈ ധാതുശേഖരം നാം വേണ്ട വിധം പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം മോണസൈറ്റിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി എഫ് ബ്ലോക്ക് മൂലകങ്ങളുടെ നോക്കാം പ്രത്യേകതകൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളെ പോലെ ഇവയിൽ മിക്കവയും വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നു. ഓക്കെ, വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ പ്രകടിപ്പിക്കുന്നവയാണ് എഫ് ബ്ലോക്ക് മൂലകങ്ങൾ. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ പലതും കൃത്രിമ മൂലകങ്ങളാണ്. ആക്റ്റിനോയിഡുകൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ഇവ പലതും കൃത്രിമ മൂലകങ്ങളാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന എഫ് ബ്ലോക്ക് മൂലകങ്ങൾ ഏതൊക്കെയാണ്? യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം. ഇവയിൽ പലതും ഉൽപ്രേരകങ്ങളായിട്ട് പെട്രോളിയം വ്യവസായത്തിലും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിക്കുക. ഇവിടെ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു ഭാഗം, യഥാർത്ഥമല്ല, ജസ്റ്റ് ഒരു പിക്ചർ, ഒരു പ്രതീകങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ABCDEFGH എന്ന് പറഞ്ഞിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ എസ് ബ്ലോക്ക് മൂലകങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മളിതിപ്പോൾ പഠിച്ചതാണ് അല്ലേ. എസ് ബ്ലോക്ക് ഏതാണ്, പി ബ്ലോക്ക് ഏതാണ്, ഡി ബ്ലോക്ക് ഏതാണെന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് നമ്മുടെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 2 ചാപ്റ്റർ നമ്മൾ വളരെ വൃത്തിയായിട്ട് SCERT ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ്, ഇതിന് മുന്നുള്ള ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അതുപോലെ തന്നെ ഇവിടെ മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്